ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരുപക്ഷെ ഭൂരിഭാഗം എല്ലാവരുടെയും ഫേവറേറ്റ് ആയ ജുറാസിക് വേൾഡ് എന്ന സിനിമയുടെ കഥയാണ്. ജുറാസിക് വേൾഡ് ഫ്രാഞ്ചൈസിയിലെ ആദ്യത്തെ സിനിമയും ജുറാസിക് പാർക്ക് സീരീസിലെ 4ാമത്തെ സിനിമയുമാണിത്. സ്റ്റോറി ലൈൻ അങ്ങനെ വലിയ ഡെപ്ത് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആദ്യത്തെ 3 സിനിമകൾ കണ്ടിട്ടില്ലെങ്കിലും ഇത് കാണുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ജുറാസിക് പാർക്ക് എന്ന ആദ്യത്തെ സിനിമയിലെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് 22 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സിനിമയിലെ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തേക്കാം. ഈ കഥ ആരംഭിക്കുന്നത് മിച്ചൽ ഫാമിലിയെ കാണിച്ചുകൊണ്ടാണ്. അവരുടെ 2 മക്കളാണ് ഗ്രേയും സാക്കും. ഇന്നത്തെ ദിവസം അവരൊരു യാത്ര പോവാണ്. ഐല ന്യൂബുലാർ എന്നൊരു ദ്വീപിലേക്കാണ് അവർ പോകുന്നത്. അവിടെ ദിനോസറുകളുടെ ഒരു പാർക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് അവരിപ്പോ പോകുന്നത്. അവരുടെ അച്ഛനും അമ്മയും പോകുന്നില്ല, മക്കള് മാത്രമേ പോകുന്നുള്ളൂ. കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതിനു ശേഷം അവരുടെ അച്ഛനും അമ്മയും കൂടെ സാക്കിനെയും ഗ്രേയും കൂട്ടി നേരെ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞിട്ട് അവരുടെ അമ്മ അവർക്ക് കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. അതായത് ആ ജുറാസിക് പാർക്കിലെ ഓപ്പറേഷണൽ മാനേജർ അവരുടെ അമ്മയുടെ സഹോദരിയാണ്. ക്ലെയർ എന്നാണ് അവരുടെ പേര്. നിങ്ങൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും നിങ്ങളുടെ ആന്റി നോക്കിക്കോളും എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കുട്ടികളുടെ അമ്മ അവരുടെ അടുത്ത് പറയുന്നത്. അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞതിന് ശേഷം അവർ വേഗം തന്നെ ഫ്ലൈറ്റിലേക്ക് കയറുകയാണ്. കുറച്ച് സമയത്തിന് ശേഷം കോസ്റ്റോറിക്ക എന്ന് പറയുന്ന ഒരു എയർപോർട്ടിലാണ് ആ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത്. ഇനി അവർക്ക് അവിടെ നിന്നൊരു ബോട്ടിലാണ് ഐല ന്യൂബുലാർ എന്ന ദ്വീപിലേക്ക് പോകേണ്ടത്. അവരവിടേക്ക് എത്തിയപ്പോൾ തന്നെ ആ ബോട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ആ ദ്വീപിലേക്ക് പോകുന്നുണ്ട്. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഗ്രേയും സാക്കും വേഗം തന്നെ ആ ബോട്ടിലേക്ക് കയറാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ ബോട്ട് അവിടെ നിന്ന് യാത്ര പുറപ്പെടുന്നു. പോകുന്ന വഴിക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഗ്രേ സാക്കിന്റെ അടുത്ത് പറയുന്നുണ്ട്. അതായത് ആ പാർക്ക് ഓപ്പൺ ആക്കിയ സമയത്ത് അവിടെ 8 തരത്തിലുള്ള ദിനോസർ സ്പീഷീസ് ആണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ 14 സസ്യബുക്കുകളും 8 മാംസബുക്കുകളാണ് അവിടെ ഉള്ളത്. അവർക്ക് എല്ലാവർക്കും കൂടെ 50 ടൺ ഫുഡാണ് ഡെയിലി കൊടുക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഗ്രേ പറയുന്നത്. അവൻ അത്യാവശ്യം ആ പാർക്കിനെ കുറിച്ചിട്ട് നല്ല രീതിയിൽ റിസർച്ച് നടത്തിയിട്ടുണ്ട്. എന്നാൽ സാക്ക് അങ്ങനെയൊന്നല്ല. അവന് ഓൾറെഡി അങ്ങോട്ട് പോകാൻ ഒരു താല്പര്യം ഇല്ലാത്തതാണ്. പിന്നെ അനിയന്റെ നിർബന്ധപ്രകാരമാണ് ഇപ്പോൾ അവൻ അവിടേക്ക് പോകുന്നത്. ഈ ഒരു സമയത്ത് ഗ്രേ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ അവിടെയുള്ള പെമ്പിള്ളാരെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അവർ ആ ദ്വീപിലെത്തി. എല്ലാവരും ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ പാർക്കിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അവരെയും വെയിറ്റ് ചെയ്തുകൊണ്ട് സാറ എന്ന് പറയുന്ന ഒരു പെണ്ണ് അവിടെ നിൽക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം അവരുടെ ആന്റി നല്ല ബിസിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് സാറയാണ് ക്ലെയർ ഏൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ അവരെ കാണുമ്പോൾ സാറ വേഗം അവരെയും കൂട്ടിയിട്ട് പാർക്കിലേക്ക് പോകുന്നു. എല്ലാവരും ഇപ്പോ ആ പാർക്കിലൂടെ ഓടുന്ന ഒരു ട്രെയിനിലേക്ക് കയറിയിരിക്കുകയാണ്. അതിങ്ങനെ പതുക്കെ പതുക്കെ ജുറാസിക് വേൾഡ് എന്ന് പറയുന്ന പാർക്കിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നു. വളരെ മനോഹരമായിരുന്നു അവിടുത്തെ കാഴ്ചകളൊക്കെ. അതെല്ലാം ആസ്വദിച്ചുകൊണ്ട് ആ ട്രെയിനിന്റെ അകത്ത് തന്നെ നിൽക്കുകയാണ് എല്ലാവരും. അങ്ങനെ അവർ പാർക്കിന്റെ അകത്തേക്ക് പ്രവേശിച്ച കഴിഞ്ഞ ഉടനെ തന്നെ സാർ അവരെയും കൂട്ടിയിട്ട് അവർക്ക് വേണ്ടി റെഡിയാക്കിയിരിക്കുന്ന റൂമിന്റെ അകത്തേക്കാണ് പോകുന്നത്. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഈ സമയം സാർ അവരോട് പറയുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണി വരെ ക്ലെയർ നല്ല ബിസിയാണ്. അത് കഴിഞ്ഞിട്ട് അവർക്ക് നിങ്ങളെ കാണാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ VIP ആക്സസ് ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു റൈഡിലും കയറാൻ നിങ്ങൾക്ക് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സാറ പറയുന്നത്. ആ റൂമിന്റെ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ സാക്ക് ആണെങ്കിൽ റെസ്റ്റ് എടുക്കാനുള്ള തീരുമാനത്തിലാണ്. ഈ സമയം ഗ്രേ ആണെന്നുണ്ടെങ്കിൽ ആ റൂമിന്റെ ബാൽക്കണിയിലേക്കാണ് ചെല്ലുന്നത്. അവിടുത്തെ കാഴ്ച അതിമനോഹരമായിരുന്നു. അവിടെ നിന്ന് കഴിഞ്ഞാൽ ആ പാർക്കിന്റെ മുഴുവൻ ഭാഗങ്ങളും കാണാൻ സാധിക്കും. വളരെ കൗതുകത്തോടെ ആ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഗ്രേ. ഇനി കാണിക്കുന്നത് ക്ലെയറിനെയാണ്. അവളിപ്പോൾ ആ പാർക്കിന്റെ അകത്താണ് നിൽക്കുന്നത്. ഇന്നത്തെ ദിവസം ഏകദേശം 22,000-ൽ കൂടുതൽ ആളുകൾ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവരെ എല്ലാം കൺട്രോൾ ചെയ്യേണ്ടത് ഈ ക്ലെയറിന്റെ ഡ്യൂട്ടിയാണ്. അവൾക്കത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള പണിയൊന്നുമല്ല. ഡെയിലി അവൾ ഇത്രയും ആൾക്കാരെ ഡീൽ ചെയ്യുന്നതാണ്. ഇന്നത്തെ ദിവസം പുറത്തുനിന്ന് 3 ആളുകൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വന്നിട്ടുണ്ട്. ആ പാർക്കിന്റെ പ്രവർത്തനത്തെ പറ്റിയിട്ടും അവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ക്ലെയർ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വർഷം തോറും ഇവിടെ നല്ല വരുമാനം കിട്ടുന്നുണ്ടെങ്കിലും ഈ പാർക്കിന്റെ പ്രവർത്തന ചിലവ് നല്ല രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടുത്തെ വിസിറ്റേഴ്സിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്കിപ്പോ ദിനോസറിന്റെ കാര്യത്തിൽ വലിയ താല്പര്യമൊന്നുമില്ല. 20 വർഷം മുമ്പ് ഈ പാർക്ക് ആരംഭിച്ചപ്പോ ഈ ദിനോസർ എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ അത്ഭുതമായിരുന്നു. എന്നാൽ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ പിള്ളേരൊക്കെ ദിനോസറിനെ കാണുന്നത് ആനയെ കാണുന്ന പോലെയാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞങ്ങൾ ഈ പാർക്കിലുള്ള ആളുകൾ അങ്ങനെ ചുമ്മാ ഇരിക്കുന്നല്ല. ഇവിടുത്തെ ഞങ്ങളുടെ DNA സ്പെഷ്യലിസ്റ്റുകൾ എല്ലാ കൊല്ലവും ഓരോരോ പുതിയ വർഗത്തെയാണ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ വിസിറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള ദിനോസറുകളോട് വലിയ താല്പര്യമൊന്നുമില്ല. അവർക്ക് വേണ്ടത് നല്ല വലുപ്പമുള്ളതും വളരെയധികം ശബ്ദം ഉണ്ടാക്കുന്നതും കൂടുതൽ പല്ലുള്ളതുമായിട്ടുള്ള ദിനോസറുകളെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഈ ജീനുകളെ കൂട്ടിച്ചേർക്കുന്നതിലുള്ള പുരോഗതി നമ്മളെ പുതിയൊരു തലത്തിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. ഒരുപാട് വർഷം ഫോസിലുകളെ കുറിച്ച് പഠിച്ചിട്ട്
നമ്മൾ ഉണ്ടാക്കിയ അറിവുകളുണ്ടല്ലോ അതിനേക്കാളേറെ ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ജനിതക ശാസ്ത്രം നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ ആ അറിവുകളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഇപ്പോൾ പുതിയൊരു ദിനോസറിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇൻഡോമിനിക്സ് റെക്സ് എന്നാണ് അതിന്റെ പേര്. ജനിതക മാറ്റം വരുത്തിയ ഞങ്ങളുടെ ആദ്യത്തെ ഹൈബ്രിഡ് ആണത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൾ ഇപ്പോൾ ആ ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ 2 തരത്തിലുള്ള ദിനോസറുകളെ തമ്മിൽ കൂട്ടിച്ചേർക്കുന്നത് എന്നാണ് ആ കൂട്ടത്തിൽ ഒരാൾ ചോദിക്കുന്നത്. അതിന് മറുപടി പറയുന്നത് ക്ലെയർ അല്ല, ഹെൻറിയാണ്. ജുറാസിക് പാർക്ക് ഫസ്റ്റ് കണ്ട ആളുകൾക്ക് ഈ ഹെൻറി ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അയാളാണ് അവിടുത്തെ ലാബിൽ ഈ ദിനോസറുകളെയൊക്കെ ഉണ്ടാക്കുന്നത്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഡോമിനിക്സ് റെക്സ് എന്ന് പറയുന്നത് ഒരു ബ്രീഡ് അല്ല, അവളെ ഡിസൈൻ ചെയ്തെടുത്താണെന്നാണ്. അവൾ പൂർണ്ണ വളർച്ചയിലേക്ക് എത്തുമ്പോൾ അവൾക്കൊരു 50 അടി ഉയരം ഉണ്ടാവും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഭയപ്പെടുന്ന ടീറെക്സിനെക്കാളും വലുത് എന്നാണ് ഹെൻറി പറയുന്നത്. അതെല്ലാം വളരെ കൗതുകത്തോടെ കേട്ടോണ്ട് നിൽക്കുകയാണ് എല്ലാവരും. ഇതേ സമയം തന്നെ സാക്കും ഗ്രേയും ആ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരിപ്പോ ചെന്നിരിക്കുന്നത് ഒരു ബിൽഡിംഗിന്റെ അകത്തേക്കാണ്. ഹാമണ്ട് ക്രിയേഷൻ ലാബ് എന്നാണ് അതിന്റെ പേര്. ഈ ഹാമണ്ട് ആരാണെന്നുള്ളതും ജുറാസിക് പാർക്കിന്റെ ആദ്യത്തെ സിനിമ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അയാളാണ് ഈ ജുറാസിക് പാർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് ക്ലെയർ അങ്ങോട്ട് വരുന്നത്. അവരെ കാണുമ്പോൾ കുട്ടികൾക്കൊക്കെ ശരിക്കും സന്തോഷമായി. പക്ഷെ ഈ ഒരു സമയത്ത് അവൾക്ക് അവരുടെ കൂടെ പോകാൻ സാധിക്കത്തില്ല. കാരണം അവൾ നല്ല ബിസിയാണ്. അതുകൊണ്ട് തന്നെ ആ പാർക്കിൽ സഞ്ചരിക്കാൻ വേണ്ട പാസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഇപ്പൊ അങ്ങോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ അതെല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് രാത്രി ഒരു 8 മണിയാകുമ്പോൾ കാണാമെന്നും പറഞ്ഞിട്ട് ക്ലെയർ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അവൾ നേരെ പോകുന്നത് അവിടുത്തെ കൺട്രോൾ റൂമിലേക്കാണ്. അവിടുത്തെ മെയിൻ കാര്യങ്ങളൊക്കെ നോക്കുന്നത് വിവിയനും ലൗറിയും കൂടെയാണ്. അവൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ലൗറി ധരിച്ചിരിക്കുന്ന ടീഷർട്ട് പഴയ ജുറാസിക് പാർക്കിന്റേതാണ്. അത് കാണുമ്പോൾ നിന്നോട് ഇത് ഇടരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്നാണ് ക്ലെയർ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ എനിക്കറിയാം പഴയ ജുറാസിക് പാർക്ക് ഒരു ദുരന്തത്തിലാണ് അവസാനിച്ചത്. എങ്കിലും ആ പാർക്കിനോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. അതുകൊണ്ടാണ് ചുളു വിലക്ക് കിട്ടിയപ്പോൾ ഞാൻ ഈ ടീഷർട്ട് വാങ്ങിയത്. ആ പാർക്കിലുള്ള ആളുകൾക്കൊക്കെ യഥാർത്ഥ ദിനോസറുകളെയായിരുന്നു വേണ്ടത്. പക്ഷെ ഇവിടെ എന്താണ് കാണിക്കുന്നത്? ഇവിടെ പലതരം ദിനോസറുകളെ കൂട്ടിച്ചേർത്തിട്ട് പുതിയൊരു ഭീകരജീവി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും എനിക്ക് ആ കാര്യത്തിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. ഇതേ സമയം തന്നെ ഒരു ഹെലികോപ്റ്റർ അങ്ങോട്ട് വരുന്നുണ്ട്. അതിനകത്തുണ്ടായിരുന്നത് മസ്രാണി എന്ന് പറയുന്ന ഒരാളാണ്. ഈ ജുറാസിക് പാർക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കിയത് ജോൺ ഹാമണ്ടിന്റെ ഇഞ്ചൻ എന്ന് പറയുന്ന കമ്പനിയാണ്. അയാൾ മരിച്ചതിന് ശേഷം ഈ മസ്രാണിയുടെ കമ്പനിയാണ് അത് ഏറ്റെടുത്ത് നടത്തിയത്. അതായത് ഇയാളാണ് ഈ ജുറാസിക് വേൾഡിന്റെ ഇപ്പോഴത്തെ ഓണർ. ആ പുതിയ ദിനോസറിനെ കാണാൻ വേണ്ടിയിട്ടാണ് അയാൾ ഇപ്പൊ അങ്ങോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ അയാൾ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്ത ഉടനെ തന്നെ ക്ലെയർ അയാളുടെ അടുത്തേക്ക് ചെല്ലാണ്. അതിനുശേഷം അവരിപ്പോ നേരെ പോകുന്നത് ആ പുതിയ ദിനോസറിനെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലത്തേക്കാണ്. അത് ആ പാർക്കിന്റെ കുറച്ച് ദൂരെയാണ്. കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അവർ ആ ഹെലികോപ്റ്റർ അവിടെ ലാൻഡ് ചെയ്യുന്നു. അയാളെ നോക്കുമ്പോൾ ഇപ്പോഴും ആ കൂടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താ ഇതുവരെയായിട്ടും തീർന്നിട്ടില്ലേ എന്നാണ് അയാൾ ചോദിക്കുന്നത്. ഇതൊക്കെ നേരത്തെ തീർന്നതാണ്. പക്ഷെ ആ ദിനോസർ വലുതായി കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ വലുപ്പമുണ്ട് അതിന്. അതുകൊണ്ട് തന്നെ ആ കൂടിന്റെ മതിൽ ഒന്നുകൂടെ ഉയർത്തി പണിയാണ് എന്നാണ് അവള് പറയുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ആ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് കയറുന്നു. ഈ സമയം ആ ദിനോസറിനെ കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അവൾ മസ്രാണിയുടെ അടുത്ത് പറയുന്നുണ്ട്. അതായത് ഈ ദിനോസറിനെ പരിപാലിക്കുന്ന കാര്യത്തിൽ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതിന് ഡെയിലി ഒരേ രീതിയിലാണല്ലോ ആഹാരം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആഹാരം എവിടുന്നാണ് വരുന്നത് എന്ന കാര്യമൊക്കെ അതിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം അതൊരു സ്റ്റാഫിന്റെ കൈ കടിച്ചെടുക്കാൻ നോക്കി. വളരെ കഷ്ടിച്ചാണ് അന്ന് അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. അതിനെ തുടർന്ന് പിന്നീട് ക്രെയിൻ വഴിയാണ് അതിന് ഭക്ഷണം കൊടുക്കുന്നത് എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അപ്പോൾ ഈ സാധനത്തിന് ബുദ്ധി ഉണ്ടല്ലേ അയാൾ ചോദിക്കുന്നു. ദിനോസറുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുറച്ച് ബുദ്ധി കൂടിയ ഐറ്റമാണിത് എന്നാണ് അവൾ മറുപടി പറയുന്നത്. ഈ സമയത്താണ് അവിടുത്തെ ഒരു ഗ്ലാസ് പൊട്ടിയിരിക്കുന്ന അയാൾ ശ്രദ്ധിക്കുന്നത്. അത് അവൾക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അതും ആ ദിനോസറിന്റെ പണിയാണ് എന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ അയാൾ ആ ദിനോസറിനെ നോക്കാൻ തുടങ്ങി. അതിനെ വളരെ വ്യക്തമായിട്ടൊന്നും കാണുന്നില്ല. അത് അവിടുത്തെ ഇലകൾക്കിടയിൽ മറഞ്ഞു നിൽക്കുകയാണ്. അതിന്റെ ചില ശരീരഭാഗങ്ങളൊക്കെ അയാൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് വെള്ള കളറിലാണല്ലോ ഇരിക്കുന്നത്, ഇതെന്തുകൊണ്ട് നീ എന്നോട് നേരത്തെ പറഞ്ഞില്ല എന്നാണ് അയാൾ ചോദിക്കുന്നത്. അതെന്തു പറ്റി? കുട്ടികളെന്താ ഇതിനെ കണ്ടാൽ പേടിക്കുവോ? അവൾ ചോദിക്കുന്നു. കുട്ടികളല്ല, വലിയവര് തന്നെ ഇതിനെ കണ്ടാൽ പേടിക്കും. അത്രയും കിടിലൻ സാധനത്തിനല്ലേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നാണ് അയാൾ മറുപടി പറയുന്നത്. ഈ സമയം ആ ദിനോസർ ആണെങ്കിൽ അവരെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അത് കാണുമ്പോൾ അവക്കിപ്പോ നമ്മളെ കാണാൻ സാധിക്കുന്നുണ്ടോ അയാൾ ചോദിക്കുന്നു. കണ്ണുകൊണ്ടല്ല അവൾ നമ്മളെ തിരിച്ചറിയുന്നത്, നമ്മുടെ ശരീരത്തിലെ ചൂട് അതിന് സെൻസ് ചെയ്യാൻ സാധിക്കും, പാമ്പുകളെ പോലെ. അങ്ങനെയാണ് അത് ഓരോരോ കാര്യങ്ങൾ തിരിച്ചറിയുന്നത് എന്നാണ് അവൾ മറുപടി പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവളെ ഇതിനകത്ത് ഒറ്റയ്ക്ക് ഇട്ടിട്ടാണോ വളർത്തുന്നത്? ഇവക്ക് കൂട്ടിനായിട്ട് ആരെയും വേണ്ടേ? ഇവക്ക് കൂട്ടിനായിട്ട് ഇവളുടെ ഒരു സഹോദരി കൂടെ ഉണ്ടായിരുന്നു. ഇവളെങ്ങാനും അധികകാലം ജീവിച്ചില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ പുതിയ ഒരെണ്ണത്തിനെ ക്രിയേറ്റ് ചെയ്തതാണ്. പക്ഷെ ഇതിന് വിശന്നപ്പോ ഇത് അവളുടെ സഹോദരിയെയും കൊന്നു തിന്നു എന്നാണ് ക്ലെയർ പറയുന്നത്. അതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ
ഇല്ലാതെ നിൽക്കുകയാണ് അയാൾ. അങ്ങനെ അയാൾ പോവാൻ നേരത്ത് മറ്റൊരു കാര്യം കൂടെ അവളോട് പറയുന്നുണ്ട്. എന്തായാലും ഇവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റംസ് ഒക്കെ നമുക്ക് ഒന്നുകൂടെ ഉറപ്പുവരുത്തണം. അതിന് ഞാൻ ഒരാളെ നിനക്ക് പറഞ്ഞു തരാം. അവന്റെ പേര് ഓവൻ എന്നാണ്. അമേരിക്കൻ പട്ടാളത്തിലായിരുന്നു അവൻ ജോലി ചെയ്തിരുന്നത്. ഇപ്പോൾ അവൻ അവിടെ നിന്ന് റിട്ടയർഡ് ആയിട്ട് ഞങ്ങളുടെ കമ്പനി തന്നെ നടത്തുന്ന മറ്റൊരു സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. അവനും 3-4 ദിനോസറുകളെയൊക്കെ നോക്കുന്നുണ്ട്. അവറ്റകൾ അവിടെ നിന്ന് പലതവണ രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുള്ളതാണ്. പക്ഷെ അവൻ ഉള്ളിടത്തോളം കാലം അവർക്ക് പുറത്തേക്ക് പോകാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അവനെ ഉടനെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റംസ് ഒക്കെ ഒന്ന് ഉറപ്പുവരുത്തണം എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. ഈ ഓവനെ ക്ലെയറിനും അറിയാം. അവളുടെ പഴയ ബോയ് ഫ്രണ്ട് ആണ് അവൻ. പക്ഷെ അവരിപ്പോ ഉടക്കി പിരിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി വീണ്ടും അവനെ ചെന്ന് കാണണമല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവൾ. ഇതേ സമയം തന്നെ ഓവൻ ആണെന്നുണ്ടെങ്കിൽ അവൻ ജോലി ചെയ്യുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. അവനിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നത് 4 വെലോസിറാപ്റ്ററുകളെയാണ്. ഈ 4 അവൻ പേരിട്ടിട്ടുണ്ട്. ഡെൽറ്റ, ചാർലി, ബ്ലൂ, എക്കോ എന്നിങ്ങനെയാണ് ആ 4 പേര്. വളരെ ചെറുതായിരിക്കുമ്പോ തന്നെ അവന്റെ കയ്യിൽ കിട്ടിയതാണ്. അന്ന് മുതലേ ഇവൻ അവറ്റകളെ പരിശീലിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ പറയുന്ന പല കാര്യങ്ങളും അവറ്റകൾ അനുസരിക്കുകയും ചെയ്യും. ഈ സമയത്ത് അവൻ അവറ്റകൾക്ക് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവൻ ഓരോരുത്തരെ പേര് പറഞ്ഞിട്ടാണ് ആ ഫുഡൊക്കെ അവറ്റകൾക്ക് ഇട്ടുകൊടുക്കുന്നത്. ആ പേര് വിളിക്കുമ്പോൾ അവറ്റകളൊക്കെ അത് ചാടി വന്ന് പിടിക്കുകയും ചെയ്യുന്നു. അവൻ പറയുന്ന അവറ്റകൾ അനുസരിക്കുന്ന കണ്ട് അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. അങ്ങനെ ആ ഭക്ഷണമൊക്കെ കൊടുത്തു കഴിയുമ്പോഴാണ് ഹോസ്കിൻസ് എന്ന് പറഞ്ഞ ഒരാൾ അങ്ങോട്ട് വരുന്നത്. ഇയാളും ആ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുന്നതാണ്. അയാൾക്കൊരു ഉദ്ദേശമുണ്ട്. അയാൾ അതിനെ കുറിച്ചിട്ടാണ് അവനോട് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ കയ്യിൽ ഒരുപാട് ടെക്നോളജീസ് ഉണ്ടെങ്കിലും ഒരു യുദ്ധമൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ടെക്നോളജി കൊണ്ടൊന്നും ഒരു ഉപകാരം ഉണ്ടാവത്തില്ല. കാരണം ഏത് രാജ്യക്കാർക്കും ആ ടെക്നോളജി എന്താണെന്ന് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഈ റാപ്റ്ററുകളെ നിനക്ക് പറഞ്ഞ് അനുസരിപ്പിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അതുകൊണ്ട് എന്തുകൊണ്ട് ഇവറ്റകളെ യുദ്ധത്തിന് ഉപയോഗിച്ചുകൂടാ? ഇവറ്റകളെ പോലത്തെ കുറെ എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് യുദ്ധങ്ങളിലൊക്കെ ഈസി ആയിട്ട് ജയിച്ചുകൂടെ എന്നൊക്കെയാണ് അയാൾ ചോദിക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞല്ലോ ടെക്നോളജി കൊണ്ട് ഒരു ഉപകാരവും ഇല്ലാന്ന്. പക്ഷെ ആ ടെക്നോളജിക്ക് വിശക്കൊന്നുമില്ലല്ലോ. എന്നാൽ ഈ ജീവികൾ അങ്ങനെയല്ല. ഇവറ്റകൾക്ക് വിശന്നു കഴിഞ്ഞാൽ അത് ശത്രുവാണോ മിത്രമാണോ എന്നൊന്നും അവറ്റകൾ നോക്കത്തില്ല. ഉടനെ തന്നെ പിടിച്ച് തിന്നു കളയും. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിന് ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല എന്നാണ് ഓവൻ പറയുന്നത്. പക്ഷെ അവൻ അങ്ങനെ പറഞ്ഞിട്ടും അയാൾ അതിൽ നിന്ന് പിന്മാറാൻ കൂട്ടാക്കുന്നില്ല. നീ ഇവിടുത്തെ വെറും ഒരു ജോലിക്കാരൻ മാത്രമാണ്. നാളെ നീ പോയി കഴിഞ്ഞാൽ വേറൊരാൾ ഇവിടെ വരികയും ചെയ്യും. അപ്പൊ അവനെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് ഞങ്ങളുടെ പദ്ധതികൾ ഞങ്ങൾക്ക് നടപ്പിലാക്കാമല്ലോ. അതുകൊണ്ട് നിനക്ക് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാണ് ഹോസ്കിൻസ് പറയുന്നത്. അങ്ങനെ അവരവിടെ നിന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് മറ്റൊരു സംഭവം അവിടെ നടക്കുന്നത്. അതായത് അവിടെ ജോലിക്കായിട്ട് പുതിയൊരു പയ്യൻ വന്നിട്ടുണ്ട്. അവനിപ്പോൾ ആ റാപ്റ്ററുകൾക്ക് തീറ്റ കൊടുക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷെ പെട്ടെന്ന് ആ റാപ്റ്റർ ആ തീറ്റ പിടിക്കുന്നതിന്റെ ഇടയിൽ അവൻ തന്നെ ആ കൂട്ടിന്റെ അകത്തേക്ക് വീണു പോവാണ്. അത് കണ്ട ഉടനെ തന്നെ ആ റാപ്റ്ററുകളെല്ലാം അവന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. അത് അവനെ ഇപ്പൊ പിടിച്ചു തിന്നും എന്ന കാര്യം ഓവന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് ഓടി ചെന്നിട്ട് ആ ഗേറ്റ് തുറന്ന് അതിനകത്തേക്ക് കയറുകയാണ്. ഈ സമയം മുകളിൽ നിൽക്കുന്ന ആളുകളൊക്കെ ആ റാപ്റ്ററുകൾക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ അരുത്, നിങ്ങൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയുന്ന ഒന്നും ഇവരെ അനുസരിക്കത്തില്ല എന്നാണ് അവൻ വിളിച്ചു പറയുന്നത്. ഈ സമയം അവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ബാരി എന്ന് പറയുന്ന ഒരുത്തം വന്നിട്ട് ആ ജോലിക്കാരൻ ആ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയാണ്. ഓവനാണെങ്കിൽ ആ റാപ്റ്ററുകളെയൊക്കെ തടഞ്ഞു നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. റാപ്റ്ററുകളാണെങ്കിൽ അവൻ പറയുന്നത് അനുസരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ഓവൻ ബാരിയെ വിളിച്ചിട്ട് ആ ഗേറ്റ് ക്ലോസ് ചെയ്യാൻ പറയുന്നു. അവനൊരു കാര്യം മനസ്സിൽ കണ്ടിട്ടുണ്ട്. അത് മനസ്സിലാക്കിയ ഉടനെ തന്നെ ബാരി ആണെങ്കിൽ ആ ഗേറ്റ് താത്താൻ തുടങ്ങി. അങ്ങനെ അത് പൂർണ്ണമായിട്ടും താഴുന്നതിന് മുമ്പേ ഓവൻ പെട്ടെന്ന് ആ ഗേറ്റിലൂടെ പുറത്തേക്ക് വരുന്നു. ആ റാപ്റ്ററുകൾ ഓവനെ പിടിക്കാൻ വരുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും ആ ഗേറ്റ് അടഞ്ഞു കഴിഞ്ഞിരുന്നു. ഓവൻ നോക്കുമ്പോൾ ആ പയ്യൻ അവിടെ നിലത്തിരിക്കുന്നുണ്ട്. ഈ സമയം ഓവൻ ആ പയ്യനോടൊരു കാര്യം പറയാൻ തുടങ്ങി. നീ ഇവിടെ പുതിയതായിട്ട് ജോയിൻ ചെയ്തല്ലേ? ഈ ഒരു ജോബ് വേക്കൻസി എങ്ങനെയാണ് ഉണ്ടായത് എന്ന് നിനക്ക് അറിയാമോ? അറിയില്ല എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ ഇതിലൂടെ നടക്ക് എന്നാണ് ഓവൻ ആ പയ്യനോട് പറയുന്നത്. ഇതേ സമയം തന്നെ സാക്കും ഗ്രേയും കൂടെ അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നടക്കുകയാണ്. അവരെവിടെ പോയി കഴിഞ്ഞാലും ആ സാർ അവരുടെ കൂടെ തന്നെ വരുന്നുണ്ട്. അത് അവർക്ക് ശരിക്കും ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവളുടെ ശ്രദ്ധയൊന്ന് മാറുന്ന സമയത്ത് സാക്ക് പെട്ടെന്ന് തന്നെ ഗ്രേയും കൂട്ടി അവിടെ നിന്ന് ഓടിപ്പോവാണ്. ഈ സമയത്താണ് അവിടെ ഒരു അനൗൺസ്മെന്റ് വരുന്നത്. ഉടനെ തന്നെ ടീറെക്സിന് ഭക്ഷണം കൊടുക്കുന്നതാണ്. അത് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ടീറെക്സിന്റെ കൂടിന്റെ അടുത്തേക്ക് വരേണ്ടതാണ് എന്നൊക്കെയാണ് അവിടുത്തെ അനൗൺസ്മെന്റിൽ പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ ഗ്രേ വേഗം സാക്കിനെയും കൂട്ടിയിട്ട് ആ കൂടിന്റെ അടുത്തേക്ക് പോകുന്നു. ടീറെക്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനകത്തൊരു ആടിനെ വെച്ചിട്ടുണ്ട്. ഈ സമയത്താണ് ടീറെക്സ് അങ്ങോട്ട് വരുന്നതും ആ ആടിനെ പിടിക്കുന്നു. അതൊക്കെ വളരെ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് എല്ലാവരും. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ക്ലെയർ ഇപ്പോ ഓവനെ കാണാൻ വേണ്ടി അവന്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ക്ലെയറിന്റെ പഴയൊരു ബോയ് ഫ്രണ്ട് ആയിരുന്നു ഓവൻ. അവർ തമ്മിൽ ആദ്യത്തെ ഡേറ്റിംഗ് ഒക്കെ കഴിഞ്ഞാണ്. പക്ഷെ അന്നത്തെ ദിവസം ചില സില്ലി കാരണങ്ങളൊക്കെ പറഞ്ഞിട്ട് ക്ലെയർ ആ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു അവസരത്തിൽ അവളെ കാണുമ്പോൾ ഓവൻ ആ പഴയ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. പക്ഷെ ക്ലെയറിന് ഇപ്പോൾ അതൊന്നും കേൾക്കാനുള്ള സമയമില്ല. അവൾ പെട്ടെന്ന് തന്നെ അവൾ വന്ന കാര്യം അവനോട് പറയാണ്. അതായത് വേഗം അങ്ങോട്ട് വന്നിട്ട് ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന ആ കൂടൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. നീ ഓക്കെ ആണെന്ന് പറഞ്ഞാൽ മാത്രമേ ആ മസ്രാണി അതിന് ഓക്കെ പറയത്തുള്ളൂ. അതുകൊണ്ട് ദയവായി നീ അങ്ങോട്ട് വരണം എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അവൾ അത്രയൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്നത് കാണുമ്പോൾ അവൻ വരാമെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു.
ഇതേ സമയം പാർക്കിലാണെങ്കിൽ മോസസോറസ് എന്ന് പറയുന്ന ഒരു ദിനോസറിന് തീറ്റ കൊടുക്കാൻ സമയമായിട്ടുണ്ട്. അതിന് തീറ്റ കൊടുക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് കുറെ ആളുകൾ അവിടെ കൂടിയിട്ടുമുണ്ട്. ഈ മോസസോറസ് എന്ന് പറയുന്നത് വെള്ളത്തിലാണ് ജീവിക്കുന്നത്. അതിനെ കൊടുക്കാൻ വേണ്ടി ഒരു സ്രാവിനെയൊക്കെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ആ സ്രാവിനെ മുകളിലേക്ക് എത്തിച്ച ഉടനെ തന്നെ ആ മോസസോറസ് വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് ചാടുകയാണ്. പെട്ടെന്ന് തന്നെ അത് സ്രാവിനെയും കടിച്ചെടുത്തുകൊണ്ട് താഴേക്ക് പോവുകയും ചെയ്യുന്നു. അതൊക്കെ കണ്ട് അത്ഭുതത്തോടെ കൈയടിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ഇപ്പോൾ ആളുകൾ കണ്ടിരിക്കുന്നത് ആ ദിനോസറിന്റെ മുകൾ ഭാഗം മാത്രമാണ്. അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു രൂപം അവർ കണ്ടിട്ടില്ല. അത് കാണിക്കാൻ വേണ്ടി അവർ നേരെ താഴേക്കാണ് കൊണ്ടുപോകുന്നത്. ഈ സമയം അവർക്ക് വ്യക്തമായിട്ട് ആ മോസസോറസിനെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ വെള്ളത്തിന്റെ അടിയിൽ വെച്ചിട്ട് അത് ഇര പിടിക്കുന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ഇതേ സമയം തന്നെ ക്ലെയർ ആണെങ്കിൽ ഓവനെയും കൊണ്ട് ആ ഇൻഡോമിനിക്സ് റെക്സിന്റെ കൂട്ടിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ഓവൻ ആ ദിനോസറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അവളോട് ചോദിക്കുന്നുണ്ട്. ആദ്യം അവൻ ചോദിക്കുന്നത് ഈ ദിനോസറിനെ ഏതൊക്കെ ദിനോസറുകളുടെ ജീന് വെച്ചിട്ടാണ് ഉണ്ടാക്കിയതെന്നാണ്. അത് കേൾക്കുമ്പോൾ അവൾ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി. ഈ ദിനോസറിന്റെ ബേസിക് ഘടന ടീറെക്സ് ആണ്. വേറെയും കുറെ ജീവികളുടെ ജീനൊക്കെ അതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഏതൊക്കെ ജീവികളാണ് എന്ന കാര്യങ്ങളൊന്നും പുറത്തു വിട്ടിട്ടില്ല എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അങ്ങനെ ആ ദിനോസറിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരൊരു ക്രെയിൻ വഴി കുറച്ച് ഇറച്ചിയൊക്കെ താഴേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട്. പക്ഷെ കുറെ സമയം അവർ വെയിറ്റ് ചെയ്തിട്ടും ആ ദിനോസർ പുറത്തേക്ക് വരുന്നില്ല. അത് കാണുമ്പോൾ അവൾക്ക് എന്തോ ഒരു സംശയമായി. അവൾ വേഗം ചെന്നിട്ട് അവിടുത്തെ കമ്പ്യൂട്ടർ വഴി അതിന്റെ തെർമൽ ഹീറ്റൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. ആ ദിനോസർ എവിടെയാണ് ഇരിക്കുന്നതെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളതാണ് ആ സിസ്റ്റം. പക്ഷെ അത് ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഒരു സിഗ്നേച്ചറും കിട്ടുന്നില്ല. അതൊക്കെ കണ്ട് അവൾ ആകെ ഞെട്ടി നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ ഓവനാണെങ്കിൽ മറ്റൊരു കാഴ്ച കൂടെ കാണുന്നുണ്ട്. അവിടുത്തെ മതിലായിട്ട് ആ ദിനോസറിന് നഖത്തിന്റെ പാടുകളുണ്ട്. ആ ദിനോസർ മുകളിലേക്ക് കയറിപ്പോയതായിട്ടാണ് കാണുന്നത്. അതും കൂടെ കാണുമ്പോൾ അവളുടെ ടെൻഷൻ കൂടാൻ തുടങ്ങി. ആ ദിനോസറിന്റെ ശരീരത്തിൽ ഞങ്ങൾ ഒരു ട്രാക്കർ വെച്ചിട്ടുണ്ട്. കൺട്രോൾ റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ട്രാക്കർ വെച്ചതിനെ കണ്ടെത്താൻ സാധിക്കും. ഞാൻ വേഗം അവിടേക്ക് പോട്ടെ എന്നും പറഞ്ഞിട്ട് അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ കൺട്രോൾ റൂമിലേക്ക് പോകുന്ന വഴി അവൾ പെട്ടെന്ന് തന്നെ ലൗറയെ വിളിക്കുന്നുണ്ട്. അതിനുശേഷം ആ ഇൻഡോമിനിക്സ് റെക്സിനെ ട്രാക്ക് ചെയ്യാനാണ് അവൾ പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ ലൗറയാണെങ്കിൽ അതിനെ ട്രാക്ക് ചെയ്യാനുള്ള പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഓവനാണെങ്കിൽ ആ സെക്യൂരിറ്റീസിനെയും കൂട്ടിയിട്ട് ആ കൂട്ടിന്റെ അകത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവരിപ്പോ ആ നഖത്തിന്റെ പാടുകളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ആ ദിനോസർ ഇത്രയും വലിയൊരു മതിൽ കടന്നു പോയത് എന്നതിനെ കുറിച്ചാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയം ആകുമ്പോഴേക്കും ലൗറയാണെങ്കിൽ ആ ദിനോസറിനെ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. അവൻ പറയുന്നത് ആ ദിനോസർ ഇപ്പോഴും ആ കൂട്ടിൽ തന്നെ ഉണ്ടെന്നാണ്. മാത്രമല്ല അവൻ നോക്കുമ്പോൾ അതിനകത്ത് ആളുകൾ നിൽക്കുന്നുണ്ട്. ഇവരെന്തിനാണ് ആ കൂട്ടിന്റെ അകത്തേക്ക് കയറിയത് എന്നാണ് അവൻ ക്ലെയറിനോട് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ അവരോട് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ എന്നാണ് അവൾ പറയുന്നത്. അതിനെ തുടർന്ന് വിവിയൻ ആണെങ്കിൽ വേഗം അവിടുത്തെ സെക്യൂരിറ്റിയുടെ വയർലെസ്സിൽ വിളിക്കുന്നു. ആ ഇൻഡോമിനിക്സ് റെക്സ് ആ കൂട്ടിന്റെ അകത്ത് തന്നെ ഉണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നോക്ക് എന്നാണ് അവൾ പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ അവർ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. പക്ഷെ അപ്പോഴേക്കും ആ ദിനോസർ അവരുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞിരുന്നു. അങ്ങനെ അവരവിടെ നിന്ന് തിരിച്ചോടാൻ തുടങ്ങുമ്പോഴാണ് ആ ദിനോസർ പെട്ടെന്ന് തന്നെ ഒരു സെക്യൂരിറ്റിയെ പിടിക്കുന്നത്. അതിനുശേഷം അത് അതിനെ തിന്നാൻ തുടങ്ങി. ഈ സമയം മറ്റേ സെക്യൂരിറ്റി ആണെങ്കിൽ അതിന്റെ പുറത്തേക്കുള്ള ഗേറ്റ് തുറക്കുകയാണ്. അത് തുറന്നതിന് ശേഷം അയാൾ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി പോവുകയും ചെയ്യുന്നു. അത് കണ്ട ഉടനെ തന്നെ ഓവനും ആ ഗേറ്റിന്റെ അടുത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ദിനോസർ ആണെന്നുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ അവന്റെ പുറകെ തന്നെ വരുന്നുണ്ട്. അങ്ങനെ അവൻ ആ ഗേറ്റ് കടന്ന് പുറത്തേക്ക് എത്തുമെങ്കിലും ആ ദിനോസറും പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ അത് ആ ഗേറ്റ് ഒക്കെ തല്ലി പൊളിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഓവൻ വേഗം അവിടെയുള്ള ഒരു കാറിന്റെ അടിയിലേക്ക് കയറുന്നു. അങ്ങനെ ആ ദിനോസർ പതുക്കെ പതുക്കെ അങ്ങോട്ട് നടന്നു വരാൻ തുടങ്ങി. അത് ആൾക്കാരുടെ മണം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അവൻ മറ്റൊരു കാര്യം കാണുന്നത്. ആദ്യം പോയ ആ സെക്യൂരിറ്റി അവിടുത്തെ ഒരു കാറിന്റെ അപ്പുറത്തായിട്ട് മറഞ്ഞിരിക്കുന്നുണ്ട്. ആ ദിനോസർ അങ്ങോട്ട് വന്ന ഉടനെ തന്നെ ആ കാറ് ചവിട്ടി തെറിപ്പിക്കുകയാണ്. അങ്ങനെ ആ കാറ് മാറ്റിയതിനു ശേഷം ആ ദിനോസർ പെട്ടെന്ന് തന്നെ അയാളെ പിടിക്കുന്നു. അതൊക്കെ കണ്ട് ഓവനാണെങ്കിൽ ആകെ പേടിച്ചിരിക്കുകയാണ്. അത് മണം പിടിച്ചിട്ടാണ് വരുന്നതെന്ന് മനസ്സിലാവുമ്പോൾ അവൻ പെട്ടെന്ന് തന്നെ അവിടെയുള്ള കാറിന്റെ പെട്രോളിന്റെ ട്യൂബ് കട്ട് ചെയ്തിട്ട് അവന്റെ ദേഹത്തേക്ക് മൊത്തം പെട്രോൾ ആക്കുന്നു. അങ്ങനെ ആ ദിനോസർ അവൻ കിടക്കുന്ന ആ കാറിന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. അത് മണം പിടിച്ച് നോക്കുന്നുണ്ടെങ്കിലും അതിന് അവനെ സെൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെ കുറച്ച് സമയം അവിടെ മണം പിടിച്ചൊക്കെ നിന്നതിന് ശേഷം വേഗം തന്നെ ആ ദിനോസർ അവിടെ നിന്ന് പോവാണ്. അത് കണ്ട് ആകെ ആശ്വാസത്തിലിരിക്കുകയാണ് അവൻ. അങ്ങനെ ആ ദിനോസർ ചാടിപ്പോയതുകൊണ്ട് തന്നെ പാർക്കിലെ മുഴുവൻ ആളുകൾ അലേർട്ട് ആയിട്ടുണ്ട്. അതെങ്ങാനും സന്ദർശകരുള്ള സ്ഥലത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നീട് വലിയൊരു ദുരന്തമായിരിക്കും നടക്കുക. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ അതിനെ പിടിച്ചേ പറ്റൂ. അതിന്റെ ശരീരത്തിൽ അവരൊരു ട്രാക്കർ ഘടിപ്പിച്ചിട്ടുണ്ട്. ആ ട്രാക്കർ നോക്കിയിട്ട് അതിന്റെ പുറകെ പോയിട്ട് അതിനെ മയക്കുവെടി വെച്ച് പിടിക്കാനാണ് എല്ലാവരും പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ടീം തന്നെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ACU എന്നാണ് ആ ടീമിനെ പറയുന്നത്. അവരെല്ലാവരും അവരുടെ ആയുധങ്ങളൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നു. ഇതേ സമയം ആ ഹോസ്കിൻസ് ആണെന്നുണ്ടെങ്കിൽ ബേരിയുടെ അടുത്താണ്. അവരിപ്പോൾ ആ റാപ്റ്ററിന്റെ കാര്യമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇതിന് എത്ര വേഗതയിൽ ഓടാൻ കഴിയും, എങ്ങനെയാണ് ഇതിന്റെ ഇരപിടുത്തത്തിന്റെ കാര്യങ്ങളൊക്കെ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അയാൾ ചോദിക്കുന്നത്. അങ്ങനെ ആ സംസാരത്തിനിടയിലാണ് ബേരിക്ക് ഒരു കോള് വരുന്നത്. ആ ദിനോസർ ചാടിപ്പോയ കാര്യം തന്നെയാണ് ആ കോളും പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ അവൻ അവിടെ നിൽക്കുന്ന ആളുകളോട് മുഴുവൻ ആ ദിനോസർ ചാടിപ്പോയ വിവരം അറിയിക്കുന്നു. അങ്ങനെ അവൻ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ഹോസ്കിൻസ് ആണെങ്കിൽ അയാളുടെ കൂട്ടാളികളെയാണ് വിളിക്കുന്നത്. ഇവിടെ ഒരു ദിനോസർ ചാടിപ്പോയിട്ടുണ്ട്, ചിലപ്പോൾ നമ്മുടെ പദ്ധതികളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അയാൾ വിളിച്ചു പറയുന്നത്. ഇതേ സമയം തന്നെ ഓവൻ ആണെങ്കിൽ അവരുടെ കൺട്രോൾ റൂമിലേക്ക് വന്നിട്ടുണ്ട്. അവൻ വല്ലാത്തൊരു ദേഷ്യത്തിലാണ്. നിങ്ങൾ എന്ത്
എന്ത് തരം ജീവികളെയാണ് ഇവിടെ വളർത്തുന്നത്? ആ ദിനോസറിന്റെ സ്വഭാവം നിങ്ങൾ കണ്ടില്ലേ? നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ അവൻ മതിലിന് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത്രയും ബുദ്ധിമാനായിട്ടുള്ള ഒരു ജീവിയാണ് പുറത്തേക്ക് പോയിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ മയക്കാനൊന്നും നോക്കാതെ ഉടനെ തന്നെ വെടിവെച്ച് കൊല്ലാൻ നോക്ക് എന്നൊക്കെയാണ് അവൻ പറയുന്നത്. പക്ഷെ മസ്രാണി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് കാശ് മുടക്കിയിട്ടാണ് അതുപോലൊരു ജീവിയെ ഞങ്ങൾ സൃഷ്ടിച്ചത്, അതിനങ്ങനെ ചുമ്മാ കൊന്നു കളയാനൊന്നും പറ്റത്തില്ല എന്നാണ് അയാൾ പറയുന്നത്. ഈ സമയമാകുമ്പോഴേക്കും ആ ACS ടീം ഇപ്പോൾ ആ ട്രാക്കറും അന്വേഷിച്ചിട്ട് കാട്ടിലെത്തിയിട്ടുണ്ട്. ആ ട്രാക്കറിന്റെ സിഗ്നൽ നോക്കിയിട്ടാണ് അവർ പോകുന്നത്. അങ്ങനെ കുറെ അവിടെ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ അവർ ആ ട്രാക്കർ കണ്ടെത്തുന്നുണ്ട്. പക്ഷെ അവർ വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. അവിടെയും ആ ദിനോസർ അതിന്റെ ബുദ്ധി കാണിച്ചിരിക്കുകയാണ്. ആ ട്രാക്കർ ഘടിപ്പിച്ച ആ ഇറച്ചി മൊത്തം ദിനോസറെ കടിച്ചു പറിച്ച് താഴേക്ക് ഇട്ടിട്ടുണ്ട്. അതൊക്കെ കണ്ട് അവരാണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കാണ്. പെട്ടെന്നാണ് ആ ദിനോസർ അങ്ങോട്ട് വരുന്നത്. ഇത്രയും സമയം അത് അവിടെ മറഞ്ഞിരിക്കുകയായിരുന്നു. അതിൽ നിന്നും അവർക്കൊരു കാര്യം മനസ്സിലായി, ആ ദിനോസറിന് നിറം മാറാനുള്ള കഴിവും കൂടെയുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ ദിനോസർ എല്ലാവരെയും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. വളരെ വേഗത്തിൽ അത് ഓരോരുത്തരെയും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് എല്ലാവരും. അങ്ങനെ ആ ദിനോസർ എല്ലാവരെയും കൊന്നു കഴിയുമ്പോൾ ഓവൻ അവരോട് സംസാരിക്കാൻ തുടങ്ങി. എത്രയും പെട്ടെന്ന് ഈ ദ്വീപ് ഒഴിപ്പിക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് എന്നാണ് അവൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അങ്ങനെ ഒഴിപ്പിക്കാനൊന്നും പറ്റത്തില്ല, അങ്ങനെ ഒഴിപ്പിച്ച് കഴിയുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഞങ്ങൾക്ക് ഈ പാർക്ക് റീഓപ്പൺ ചെയ്യാൻ സാധിക്കത്തില്ല എന്നാണ് അവൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഓവന് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. നിങ്ങൾ എന്ത് തേങ്ങയാണ് ഈ പറയുന്നത്? നിങ്ങളൊരു ഹൈബ്രിഡ് ദിനോസറിനെ ഉണ്ടാക്കിയിട്ട് അതിനൊറ്റയ്ക്ക് കൂട്ടിലിട്ട് വളർത്തി, എന്നിട്ട് ഇപ്പോഴത് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അവളുടെ മുന്നിൽ കാണുന്നതെല്ലാം അത് ആദ്യമായിട്ട് കാണുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്താണ് സംഭവം എന്ന് പോലും അവൾക്ക് അറിയത്തില്ല. മാത്രമല്ല അനങ്ങുന്ന എല്ലാത്തിനെയും അവൾ കൊല്ലുകയും ചെയ്യും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എല്ലാവരും ഒഴിപ്പിക്കുന്നതാണ് നല്ലത് എന്നൊക്കെയാണ് അവൻ പറയുന്നത്. പക്ഷെ ആരും തന്നെ അതിന് സമ്മതിക്കുന്നില്ല. അതെല്ലാം കാണുമ്പോൾ അവൻ ദേഷ്യത്തോടെ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. അങ്ങനെ അവൻ പോയി കഴിയുമ്പോൾ ക്ലെയർ ആണെങ്കിൽ മറ്റൊരു ഓർഡർ കൊടുക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ പാർക്കിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന എല്ലാ റൈഡുകളും നിർത്തിവെച്ചിട്ട് അവിടെയുള്ള മുഴുവൻ ആളെയും തിരിച്ചു വിളിക്കാനാണ് അവളിപ്പോൾ ഓർഡർ കൊടുക്കുന്നത്. അത് കേട്ട ഉടനെ തന്നെ അവിടുത്തെ സ്റ്റാഫ് മൊത്തത്തിൽ കാര്യങ്ങളൊക്കെ വയർലെസ്സിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം സാക്കും ഗ്രേയും കൂടെ ഗൈറോസ്ഫിയർ എന്ന് പറയുന്ന ഒരു റൈഡിന്റെ അടുത്താണ്. അതൊരു ബോൾ പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ്. രണ്ടാളുകൾക്കാണ് അതിന്റെ അകത്തേക്ക് കയറാൻ പറ്റുക. അത് ഉപയോഗിച്ചിട്ട് അവർക്ക് ഈ പാർക്ക് മൊത്തം സഞ്ചരിക്കാൻ സാധിക്കും. അതിനകത്ത് ഇരിക്കുന്ന ആളുകൾ തന്നെയാണ് അത് കൺട്രോൾ ചെയ്യേണ്ടതും. അങ്ങനെ അവരുടെ ടൈം ആവുമ്പോൾ സാക്കും ഗ്രേയും വേഗം തന്നെ ആ ഗൈറോസ്ഫിയറിന്റെ അകത്തേക്ക് കയറുന്നു. അതിനുശേഷം മുന്നോട്ട് ഓടിച്ചു പോകാൻ തുടങ്ങി. അങ്ങനെ അവര് പോയി കഴിയുമ്പോഴാണ് ആ കോൾ അങ്ങോട്ട് വരുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ആ റൈഡ് സ്റ്റോപ്പ് ചെയ്യണം എന്നാണ് അതിൽ അറിയിക്കുന്നത്. അത് കേട്ട ഉടനെ തന്നെ ആ പയ്യനാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള മുഴുവൻ ആളുകളോടും റൈഡ് സ്റ്റോപ്പ് ആക്കിയ കാര്യം പറയാണ്. പക്ഷെ ആളുകൾ പാനിക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് കാരണം കൊണ്ടാണ് റൈഡ് സ്റ്റോപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും നിരാശയോടെ തിരിച്ചു പോകുന്നു. ഈ സമയം തന്നെ മസ്രാണി ആണെങ്കിൽ ആ ഹെൻറിയെ കാണാൻ ചെന്നിരിക്കുകയാണ്. ആ ഇൻഡോമിനിക്സ് റെക്സിനെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് അയാൾ ചെന്നിരിക്കുന്നത്. പക്ഷെ ആ ദിനോസറിനെ പൂർണ്ണമായിട്ട് എങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്നതിനെ കുറിച്ചിട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസ് ഒന്നും അയാൾ പറയുന്നില്ല. അത് പറയാൻ എനിക്ക് അവകാശമില്ല എന്നാണ് അയാൾ പറയുന്നത്. ഓക്കെ, നീ മുഴുവനൊന്നും പറയണ്ട, പക്ഷെ എന്തിനാണ് ഒരു ദിനോസറിന് നിറം മാറാനുള്ള കഴിവൊക്കെ കൊടുത്തത്? എന്താണ് അതുകൊണ്ടുള്ള പ്രയോജനം? അയാൾ ചോദിക്കുന്നു. വളർച്ച നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കണവകളുടെ ജീനുകൾ കൂടെ ഞങ്ങൾ അവളിൽ ചേർത്തിട്ടുണ്ട്. കണവകളുടെ ശരീരത്തിലുള്ള ക്രോമാറ്റോഫോർ ആണ് ദേഹത്തിന് നിറം മാറ്റാൻ വേണ്ടി അതിനെ സഹായിക്കുന്നത്. ഓക്കെ, അപ്പൊ പിന്നെ ആ തെർമൽ ക്യാമറയ്ക്ക് കാണാനാവാത്ത വിധത്തിൽ അത് എങ്ങനെയാണ് ഒളിച്ചിരുന്നത്? അയാൾ വീണ്ടും ചോദിക്കുന്നു. നിങ്ങൾ ഈ മരത്തവളകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ദേഹത്തിന്റെ ചൂട് അതിന് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നല്ല ചൂടുള്ള സ്ഥലങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ട് മരത്തവളയുടെ DNA കൂടെ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇത്രയും പ്രശ്നമാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്നൊക്കെയാണ് ഹെൻറി പറയുന്നത്. അതെല്ലാം കേട്ട് മസ്രാണി ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഇതേ സമയം തന്നെ ഗ്രേയും സാക്കും കൂടെ ആ ഗൈറോസ്ഫിയറിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരിപ്പോ കുറെ ദിനോസറുകളുടെ ഇടയിലാണ്. അവറ്റകളെല്ലാം സസ്യബുക്കാണ്. വളരെ അത്ഭുതത്തോടെ ആ ജീവികളെ നോക്കിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ. ഈ സമയത്താണ് ആ ഗൈറോസ്ഫിയറിന്റെ അകത്തും ആ അനൗൺസ്മെന്റ് വരുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ച് അങ്ങോട്ട് വരണം എന്നൊക്കെയാണ് അതിൽ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ഗ്രേ ആണെങ്കിൽ തിരിച്ചു പോവാന്നാണ് പറയുന്നത്. പക്ഷെ സാക്ക് പറയുന്നത് അവരങ്ങനെ പലതും പറയും. നമുക്ക് VIP പാസ്സൊക്കെ ഉള്ളതല്ലേ, നമ്മൾ ഇവിടുത്തെ മുഴുവൻ കാര്യങ്ങളും കണ്ടിട്ടേ തിരിച്ചു പോകുന്നുള്ളൂ എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ അവർ വീണ്ടും മുന്നോട്ട് തന്നെ പോവാണ്. ഈ സമയം ക്ലെയർ ആണെങ്കിൽ ആ കൺട്രോൾ റൂമിന്റെ അകത്ത് തന്നെയാണ് നിൽക്കുന്നത്. പെട്ടെന്നാണ് അവൾ ഗ്രേയുടെയും സാക്കിന്റെയും കാര്യം ഓർക്കുന്നത്. അവൾ ഉടനെ തന്നെ സാറയെയാണ് വിളിക്കുന്നത്. പക്ഷെ അവൾ പറയുന്നത് അവർ രണ്ടുപേരും എനിക്ക് മിസ്സായി എന്നാണ്. അതെല്ലാം കേൾക്കുമ്പോൾ ക്ലെയർ വേഗം തന്നെ സാക്കിനെ വിളിക്കുന്നു. അവൾക്ക് കണക്ഷൻ കിട്ടുന്നുണ്ട്. പക്ഷെ അവൾ പറയുന്ന കാര്യങ്ങളൊന്നും അവർക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല. ആ കോള് കട്ടായി പോവാണ്. അങ്ങനെ ആ കോള് കട്ടാവുമ്പോൾ ഏതെങ്കിലും ഗൈറോസ്ഫിയർ പുറത്തുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അവൾ വേഗം ലോവറിയുടെ അടുത്ത് പറയുന്നു. അവർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഗ്രൗണ്ടിലായിട്ട് ഒരു ഗൈറോസ്ഫിയർ കാണുന്നുണ്ട്. അത് കണ്ട ഉടനെ തന്നെ അവരവിടുത്തെ സെക്യൂരിറ്റീസിനെ വിളിക്കാൻ തുടങ്ങി. പക്ഷെ എല്ലാ സെക്യൂരിറ്റീസും ഇപ്പൊ ബിസി ആണെന്നാണ് പറയുന്നത്. അതും കൂടെ കേൾക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് അവൾക്കൊരു പിടിയും കിട്ടുന്നില്ല. ഈ സമയത്താണ് അവൾ അവിടുത്തെ CCTVയിൽ ഓവനെ കാണുന്നത്. അവൻ ഇപ്പോഴും ആ പാർക്കിൽ തന്നെ നിൽക്കുന്നുണ്ട്. അവൾ പെട്ടെന്ന് തന്നെ അവന്റെ അടുത്തേക്ക് ഓടിപ്പോവാണ്. ഇതേ സമയം തന്നെ ഗ്രേയും സാക്കും കൂടെ ഒരു കാടിന്റെ അകത്താണ് എത്തിയിരിക്കുന്നത്. അവർ നോക്കുമ്പോൾ അവിടെയും കുറെ ദിനോസറുകൾ നിൽക്കുന്നുണ്ട്. അവർ രണ്ടുപേരും കൂടെ ആ ദിനോസറുകളെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്നാണ് ആ ഇൻഡോമിനിക്സ് റെക്സ് അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അത് ആ ഗൈറോസ്ഫിയർ തട്ടി തെറിപ്പിച്ച് കളയുന്നു. അതിങ്ങനെ വളരെ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം
ഇൻഡോമിനിക്സ് റെക്സ് ആണെങ്കിൽ മറ്റുള്ള ദിനോസറുകളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ആ ഫൈറ്റിനിടയിൽ അതിലൊരു ദിനോസറിന്റെ വാല് തട്ടിയിട്ട് ആ ഗൈറോസ്ഫിയർ വീണ്ടും തെറിച്ചു പോകുന്നുണ്ട്. അതിപ്പോ തല കുത്തനെയാണ് അവിടെ കിടക്കുന്നത്. എന്താണ് ചെയ്യേണ്ടത് എന്ന് അവർക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഈ സമയം ഇൻഡോമിനിക്സ് റെക്സ് ആണെങ്കിൽ മറ്റൊരു ദിനോസറുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിനെ മലർത്തി അടിച്ചതിന് ശേഷം അത് അതിന്റെ തല കടിച്ചെടുക്കുന്നു. അതൊക്കെ കണ്ട് കുട്ടികളാണെങ്കിൽ ആകെ പേടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇൻഡോമിനിക്സ് റെക്സ് വേഗം തന്നെ ആ ഗൈറോസ്ഫിയറിന്റെ അടുത്തേക്ക് വരുന്നു. അതിന് ആ കുട്ടികളെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് തല്ലി പൊട്ടിക്കാനുള്ള ശ്രമത്തിലാണത്. പക്ഷെ അതിനത് അത്ര എളുപ്പമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ആ ഗൈറോസ്ഫിയർ കടിച്ചെടുക്കുന്നു. അതിനുശേഷം താഴെയിട്ട് അടിക്കാൻ തുടങ്ങി. കുറെ അടിച്ചു കഴിയുമ്പോൾ അതിന്റെ അടിഭാഗം പൊട്ടിപ്പോകുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ സാക്ക് പെട്ടെന്ന് തന്നെ അവരുടെ രണ്ടുപേരുടെ സീറ്റ് ബെൽറ്റ് അഴിച്ചിട്ട് താഴേക്ക് ചാടുന്നു. അങ്ങനെ അടുത്തതായിട്ട് ആ ദിനോസർ ആ ഗൈറോസ്ഫിയർ ഉയർത്തുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടിപ്പോവാണ്. പക്ഷെ ദിനോസർ അവരെ വിടുന്നില്ല. അതും വളരെ വേഗത്തിൽ അവരുടെ പുറകെ പോകുന്നുണ്ട്. അങ്ങനെ കുറെ ഓടി അവരിപ്പോൾ എത്തി നിൽക്കുന്നത് ഒരു വെള്ളച്ചാട്ടത്തിന്റെ മുകളിലാണ്. ആ ദിനോസർ ആണെങ്കിൽ നല്ല വേഗതയിൽ തന്നെയാണ് അവരുടെ അടുത്തേക്ക് ഓടി വരുന്നത്. പക്ഷെ അത് അവരെ പിടിക്കുന്നതിന് മുമ്പ് തന്നെ അവർ രണ്ടുപേരും ആ വെള്ളച്ചാട്ടത്തിലേക്ക് എടുത്ത് ചാടുന്നു. അവർ ചാടിയതിനു ശേഷം കുറച്ചു സമയം ആ ദിനോസർ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അവർ പൊങ്ങി വരാത്തത് കാണുമ്പോൾ വളരെ ഉച്ചത്തിലൊന്ന് അലറിയതിനു ശേഷം അത് അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. ഇതേ സമയം തന്നെ ക്ലെയർ ഓവനെയും കൂട്ടിയിട്ട് ആ ഗ്രൗണ്ടിലേക്കാണ് വന്നിരിക്കുന്നത്. അവർ നോക്കുമ്പോൾ അവിടെ ഒരു ദിനോസർ വീണ് കിടക്കുന്നുണ്ട്. ഓവൻ വേഗം അതിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അതിനെ പരിശോധിക്കാൻ തുടങ്ങി. ആ ഇൻഡോമിനിക്സ് റെക്സ് ആക്രമിച്ച ദിനോസറാണത്. അതിന് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. ഒന്ന് അനങ്ങാൻ പോലും അതിനെ കൊണ്ട് സാധിക്കുന്നില്ല. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ അത് മരിച്ചു പോവുകയും ചെയ്യുന്നു. അതൊക്കെ കണ്ട് വളരെ സങ്കടത്തിലിരിക്കുകയാണ് അവർ രണ്ടുപേരും. അങ്ങനെ അവർ അവിടെ നിന്ന് എഴുന്നേറ്റ് വീണ്ടും മുന്നോട്ട് നടക്കാൻ തുടങ്ങി. അവിടുത്തെ ആ കാഴ്ച അവരെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. നേരത്തെ കണ്ട ദിനോസറിനെ പോലെ തന്നെ വേറെയും കുറെ ദിനോസറുകൾ അവിടെ ചത്തു കിടക്കുന്നുണ്ട്. പക്ഷെ അവറ്റകൾ ആരെയും ആ ഇൻഡോമിനിക്സ് റെക്സ് തിന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അതൊരു രസത്തിന് വേണ്ടിയാണ് വേട്ടയാടുന്നത് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അങ്ങനെ അവർ വീണ്ടും മുന്നോട്ട് നടക്കാൻ തുടങ്ങി. കുറെ നടന്ന് ഒരിടത്ത് എത്തുമ്പോഴാണ് ആ തകർന്നു കിടക്കുന്ന ഗൈറോസ്ഫിയർ അവർ കാണുന്നത്. ഓവൻ വേഗം തന്നെ ചെന്നിട്ട് ആ ഗൈറോസ്ഫിയർ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അതിനകത്ത് നിന്നും ആ ഇൻഡോമിനിക്സ് റെക്സിന്റെ പല്ലാണ് അവന് കിട്ടുന്നത്. അവൻ അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ക്ലെയറിന് സാക്കിന്റെ ഫോൺ കിട്ടുന്നത്. അത് മൊത്തം നശിച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ അവളാണെങ്കിൽ കരയാൻ തുടങ്ങി. ആ ദിനോസർ അവരെ കൊന്നു എന്നാണ് അവൾ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ഈ സമയത്താണ് ഓവൻ അവിടുത്തെ കാൽപ്പാടുകളൊക്കെ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. അതിൽ നിന്നും അമ്മ രണ്ടുപേരും രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവളാകെ സമാധാനത്തിലിരിക്കുകയാണ്. അങ്ങനെ അവർ ആ കാൽപ്പാട് നോക്കി മുന്നോട്ട് നടക്കുമ്പോൾ ആ വെള്ളച്ചാട്ടത്തിന്റെ അടുത്താണ് അവർ എത്തിച്ചേരുന്നത്. അപ്പോൾ അവർ ആ വെള്ളച്ചാട്ടത്തിലേക്ക് ചാടിയിട്ടാണ് രക്ഷപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. ഇതേ സമയം തന്നെ കുട്ടികളാണെങ്കിൽ വേറൊരു ഭാഗത്താണ് നിൽക്കുന്നത്. അവർ അവിടെ നിന്ന് മുന്നോട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അവർ തകർന്നു കിടക്കുന്ന ഒരു ജീപ്പ് കാണുന്നത്. അവരതിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അത് ഓടിച്ചു പോകാൻ പറ്റുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് മൊത്തത്തിൽ നശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അത് എടുത്തോണ്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനെ അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് കുറച്ച് അപ്പുറത്തായിട്ട് ഒരു വലിയ ഡോർ അവർ കാണുന്നത്. അത് ആ പഴയ ജുറാസിക് പാർക്കിന്റെ ബിൽഡിംഗ് ആയിരുന്നു. അവർ വേഗം തന്നെ ആ ഡോറും തുറന്ന് അകത്തേക്ക് കയറുന്നു. പഴയ ജുറാസിക് പാർക്കിനെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ ആ ബിൽഡിങ്ങിന്റെ അകത്തുണ്ട്. അതിനകത്ത് മുഴുവൻ ഇരുട്ടായതുകൊണ്ട് അവരൊരു പന്തവും കത്തിച്ചിട്ടാണ് മുന്നോട്ട് നടക്കുന്നത്. അങ്ങനെ അതിന്റെ അകത്തെത്തുമ്പോൾ പഴയ ജുറാസിക് പാർക്കിൽ ഉണ്ടായിരുന്ന ഒരുപാട് സാധനങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ പരിശോധിക്കുന്നതിനിടയിലാണ് അന്നത്തെ കാലത്തെ ഒരു ജീപ്പും കൂടെ അവരവിടെ കാണുന്നത്. അവർക്ക് രണ്ടുപേർക്കും അവരുടെ ഗ്രാൻഡ് ഫാദറിന്റെ പഴയ ജീപ്പ് റെഡിയാക്കി ശീലമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ജീപ്പ് റെഡിയാക്കിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനാണ് അവരിപ്പോ പ്ലാൻ ചെയ്യുന്നത്. ഇതേ സമയം തന്നെ മസ്രാണിയും കൂട്ടരും ആ കൺട്രോൾ റൂമിനകത്താണ്. അവരിപ്പോ അവിടെയുള്ള മുഴുവൻ ആളുകളെയും ഒരു സ്ഥലത്തേക്ക് കൂട്ടിയിട്ടുണ്ട്. എങ്കിലും അവർക്കിപ്പോ മറ്റൊരു പ്രശ്നമാണ് വന്നിരിക്കുന്നത്. എല്ലാവരും ഒരു ഭാഗത്തേക്ക് കൂടിയപ്പോ ആ ഇൻഡോമിനിക്സ് റെക്സിന് ആ ആളുകളുടെ ചൂടെല്ലാം സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ആളുകൾ കൂടി നിൽക്കുന്ന സ്ഥലത്തേക്കാണ് ആ ജീവി വന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യമാണ് അവർക്ക് ആ പരിശോധനയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ അവരതൊക്കെ ചെക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആ ഹോസ്കിൻസ് അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അയാൾ മസ്രാണിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. നിങ്ങൾക്കറിയാമല്ലോ, 2 വർഷമായി ഞാൻ ആ റാപ്റ്ററുകളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ റാപ്റ്ററുകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ നിന്ന് പുറത്തു ചാടിയിരിക്കുന്ന ആ ദിനോസർ ഉണ്ടല്ലോ, അതൊരു കൊലയാളിയാണ്. അത് ഇവിടെയുള്ള മുഴുവൻ ആളുകളെയും കൊല്ലും. അതിനു മുമ്പേ ആ റാപ്റ്ററുകളെ പുറത്തിറക്കിയിട്ട് നമുക്ക് ആ ദിനോസറിനെ പിടിക്കാം എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. പക്ഷെ ആ കാര്യം മസ്രാണി അനുവദിച്ചു കൊടുക്കുന്നില്ല. നിങ്ങൾ ഈ പറയുന്നൊക്കെ എന്റെ കമ്പനിയുടെ പോളിസിക്ക് എതിരാണ് എന്നാണ് അയാൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഈ ഒരു അവസരത്തിൽ പോളിസിയൊക്കെ നോക്കണോ? വേറെ എന്ത് മാർഗമാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്നായി അയാളുടെ ചോദ്യം. മാർഗമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ദിനോസറിനെ എങ്ങനെ പിടിക്കണം എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് അയാൾ വേഗം പുറത്തേക്ക് ഇറങ്ങാണ്. അതിനുശേഷം ആ ACU ടീമിലെ 2-3 ആളുകളെയും കൂട്ടിയിട്ട് അയാൾ അയാളുടെ ഹെലികോപ്റ്ററിൽ കയറി ആ ദിനോസറിന്റെ പുറകെ പോവാണ്. ഇതേ സമയം തന്നെ കുട്ടികളാണെങ്കിൽ അവിടെ നിന്നൊരു ബാറ്ററി ഒക്കെ എടുത്തിട്ട് ആ ജീപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അവർ പെട്ടെന്ന് തന്നെ അത് ഓടിച്ച് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അവർ പോയി കഴിഞ്ഞ ഉടനെ തന്നെ ഓവനും ക്ലെയറും അങ്ങോട്ട് വരുന്നുണ്ട്. ആ ജീപ്പിന്റെ ശബ്ദം കേട്ടിട്ടാണ് അവരങ്ങോട്ട് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് അവർ ആ ജീപ്പ് സ്റ്റാർട്ട് ചെയ്തത് എന്നതിനെ കുറിച്ചൊക്കെയാണ് ഓവൻ ഇപ്പൊ ചിന്തിക്കുന്നത്. അവൻ നോക്കുമ്പോൾ മറ്റൊരു ജീപ്പും കൂടെ അവിടെ കിടക്കുന്നുണ്ട്. അത് റെഡിയാക്കി എടുക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ ദിനോസർ അങ്ങോട്ട് വരുന്നത്. അത് കണ്ട ഉടനെ തന്നെ അവരവിടെ മറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ആ ദിനോസർ അവിടെ മുഴുവൻ മണം പിടിക്കാൻ തുടങ്ങി. പക്ഷെ ആ
അതിനിപ്പോ അവരെ രണ്ടുപേരെയും കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് അവിടെ നിന്ന് തിരിച്ചു പോവാണ്. അത് പോയത് കാണുമ്പോൾ അവർക്കാണെങ്കിൽ ശരിക്കും സമാധാനമായി. പക്ഷെ ആ ദിനോസർ പോയിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് ആ ദിനോസർ ആ ബിൽഡിങ്ങിന്റെ മുകൾ ഭാഗം മൊത്തം തകർക്കുന്നത്. അത് കണ്ട ഉടനെ തന്നെ അവർ രണ്ടുപേരും അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുകയാണ്. ദിനോസർ ആണെങ്കിൽ അവരെ വിടാതെ അവരുടെ പുറകെ വരുന്നുണ്ട്. ഈ സമയത്താണ് മസ്രാണിയുടെ ഹെലികോപ്റ്റർ അതിലെ പോകുന്നത്. അതിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ദിനോസറിന്റെ ശ്രദ്ധ ഇപ്പോൾ അതിന് നേരെ തിരിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ആ ദിനോസർ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തിരിഞ്ഞു നടക്കുന്നു. ഈ സമയമാകുമ്പോഴേക്കും മസ്രാണിയും ടീമും ആ ദിനോസറിനെ കണ്ടിട്ടുണ്ട്. അവർ ആ ഹെലികോപ്റ്ററിൽ നിന്നും അതിന് നേരെ വെടിവെക്കാൻ തുടങ്ങി. ആ ദിനോസർ ആണെങ്കിൽ വളരെ വേഗത്തിൽ മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് നേരെ ഓടിക്കേറുന്നത് ഒരു കൂടിന്റെ അകത്തേക്കാണ്. അതിനകത്താണ് പക്ഷി ദിനോസറുകളെ വളർത്തുന്നത്. ആ ദിനോസർ ആണെങ്കിൽ ആ കൂടിന്റെ ഒരു ഭാഗം മൊത്തം തകർത്തിട്ടുണ്ട്. അവൾ അങ്ങോട്ട് കയറി ഉടനെ തന്നെ ആ പക്ഷികൾ ആ ദിനോസറിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. കുറെ പക്ഷികളാണെന്നുണ്ടെങ്കിൽ ആ കൂടിന്റെ ഓപ്പണിംഗ് വഴി മുകളിലേക്ക് പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരങ്ങനെ നേരെ പറന്നു ചെല്ലുന്നത് മസ്രാണിയുടെ ആ ഹെലികോപ്റ്ററിന്റെ അടുത്തേക്കാണ്. അതിനുശേഷം അവറ്റകൾ ആ ഹെലികോപ്റ്റർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അതിലെ ആളുകളെയൊക്കെ ആ പക്ഷികൾ കൊല്ലുന്നുണ്ട്. പക്ഷെ മസ്രാണിക്ക് ഇതുവരെയായിട്ടൊന്നും പറ്റിയിട്ടില്ല. അയാളാണെങ്കിൽ ആ ഹെലികോപ്റ്റർ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ സമയമാകുമ്പോഴേക്കും അതിന്റെ കൺട്രോൾ എല്ലാം പോയിട്ടുണ്ട്. അതിങ്ങനെ കറങ്ങി തിരിഞ്ഞിട്ട് ആ പക്ഷിക്കൂടിന്റെ അകത്തേക്കാണ് വീണുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വളരെ വേഗത്തിൽ ആ ഹെലികോപ്റ്റർ ആ കൂടിനകത്ത് വീണിട്ട് പൊട്ടിത്തെറിക്കുന്നു. അതോടൊപ്പം തന്നെ അതിനകത്തുണ്ടായിരുന്ന മുഴുവൻ പക്ഷികളും ആ കൂടിന്റെ വെളിയിലേക്ക് പറക്കാൻ തുടങ്ങി. അവറ്റകൾ ഇപ്പോ ആ പാർക്ക് മുഴുവൻ സ്പ്രെഡ് ആയിരിക്കുകയാണ്. ഇതെല്ലാം ഓവനും ക്ലെയറും കാണുന്നുണ്ട്. ആ പക്ഷികളെല്ലാം അങ്ങോട്ട് പറന്നു വരുന്ന കാണുമ്പോൾ അവർ രണ്ടുപേരും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടിപ്പോവാണ്. ഇതേ സമയം കുട്ടികളാണെന്നുണ്ടെങ്കിൽ ആ ജീപ്പ് ഓടിച്ചിട്ട് ഒരു ഗേറ്റിന്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. അവരിങ്ങനെ ആ ഗേറ്റ് തുറക്കാൻ വേണ്ടി ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം അവിടെ നിൽക്കുന്ന രണ്ട് സെക്യൂരിറ്റീസും കാണുന്നുണ്ട്. അവർ ആ ഗേറ്റ് തുറന്നു കൊടുക്കാൻ പോകുമ്പോഴാണ് അവർ ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. ആ പക്ഷികളെല്ലാം കൂട്ടത്തോടെ അങ്ങോട്ട് പറന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട ഉടനെ തന്നെ അവർ വേഗം ചെന്നിട്ട് ആ ഗേറ്റ് തുറന്നു കൊടുക്കുന്നു. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ആ പക്ഷികളെല്ലാം ആ പാർക്കിൽ ആളുകൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അവറ്റകൾ അങ്ങോട്ട് വരുന്ന കാണുമ്പോൾ ആളുകൾ എല്ലാവരും പേടിച്ചോടാൻ തുടങ്ങി. പക്ഷെ അപ്പോഴേക്കും ആ പക്ഷികൾ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞിരുന്നു. അവറ്റകളെല്ലാം കൂട്ടത്തോടെ അവിടെയുള്ള ആളുകളെ മൊത്തം ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം തന്നെ കുട്ടികളും അതിന്റെ ഇടയിലേക്ക് വന്നിട്ടുണ്ട്. അത് കണ്ട ഉടനെ തന്നെ സാറ അവരെ വിളിക്കാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഒരു പക്ഷി അങ്ങോട്ട് പറന്നു വന്നിട്ട് സാറയും പൊക്കിയെടുത്തോണ്ട് പോകുന്നത്. അങ്ങനെ അത് മുകളിലേക്ക് പറന്നു പോകുന്ന വഴി അതിന്റെ കാലിൽ നിന്നും സാറ നേരെ ആ വെള്ളത്തിലേക്കാണ് വീഴുന്നത്. പക്ഷെ ആ പക്ഷി എന്നിട്ടും വിടുന്നില്ല. അത് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ട് വീണ്ടും സാറയെ പൊക്കിയെടുക്കാൻ തുടങ്ങി. അങ്ങനെ അവളെയും കൊണ്ട് അവിടെ നിന്ന് പറന്നു പോകാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് ആ മോസസോറസ് അങ്ങോട്ട് പൊങ്ങി വരുന്നത്. അതോടൊപ്പം തന്നെ അത് സാറയെയും ആ പക്ഷിയെയും ഒരുമിച്ച് പിടിക്കുന്നു. അതെല്ലാം കണ്ട് കുട്ടികളാണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കാണ്. അങ്ങനെ അവർ വീണ്ടും അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. ഇതേ സമയം തന്നെ ഓവനും ക്ലെയറും കൂടെ മറ്റൊരു വഴി അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഒരു പക്ഷി അങ്ങോട്ട് വന്നിട്ട് ഓവനെ അറ്റാക്ക് ചെയ്യുന്നത്. അവനാണെങ്കിൽ കഷ്ടപ്പെട്ട് അതിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ക്ലെയർ ഒരു തോക്കും സംഘടിപ്പിച്ചിട്ട് ആ പക്ഷിയെ ഷൂട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ആ പക്ഷി ചത്തു വീഴുകയും ചെയ്യുന്നു. അങ്ങനെ ക്ലെയർ ആണ് ഇപ്പോൾ അവന്റെ ജീവൻ രക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ അവൻ അവളെ പിടിച്ച് കിസ് ചെയ്യാണ്. ഇതെല്ലാം നോക്കിക്കൊണ്ട് സാക്കും ഗ്രേയും അവിടെ നിൽക്കുന്നുണ്ട്. അവരെ കാണുമ്പോൾ ക്ലെയർ വേഗം തന്നെ അവരുടെ അടുത്തേക്ക് ഓടിച്ചെല്ലാണ്. അവർക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് മനസ്സിലാവുമ്പോൾ അവർക്കാണെങ്കിൽ ശരിക്കും ആശ്വാസമായി. അങ്ങനെ മസ്രാണി മരിച്ചതുകൊണ്ട് ഹോസ്കിൻസ് ആണ് ഇപ്പോൾ ആ പാർക്കിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ അയാൾ തീരുമാനിക്കുന്ന പോലെയാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അയാൾ വേഗം തന്നെ ഇഞ്ചൻ എന്ന കമ്പനിയിലെ ആളുകളെ കണ്ട് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ആ റാപ്റ്ററുകളെ പുറത്തിറക്കി ആ ഇൻഡോമിനിക്സ് റെക്സിനെ പിടിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അയാൾ പറയുന്നത് കേൾക്കാന്നല്ലാതെ അവിടെ നിൽക്കുന്ന സ്റ്റാഫിനും മറ്റൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ സമയം രാത്രി ആവുമ്പോഴേക്കും അവർ റാപ്റ്ററുകളെ ഇറക്കാൻ വേണ്ടിയിട്ട് അവറ്റകളുടെ കൂട്ടിന്റെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും സംഭവം അറിഞ്ഞിട്ട് ഓവനും ക്ലെയറും അങ്ങോട്ട് വരുന്നുണ്ട്. അവർ രണ്ടുപേരും വല്ലാതെ ദേഷ്യപ്പെട്ടിട്ടാണ് ഹോസ്കിൻസിനോട് സംസാരിക്കുന്നത്. പക്ഷെ അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. നിങ്ങളുടെ ബോസ് ആ മസ്രാണി ആയിരുന്നു. അയാൾ ഇപ്പം മരിച്ചു. ഇനിയിപ്പോൾ ഈ കമ്പനി ഏറ്റെടുക്കാൻ പോകുന്നത് ഇഞ്ചനാണ്. അവരുടെ തീരുമാനം ഈ റാപ്റ്ററുകളെ പുറത്തിറക്കിയിട്ട് ആ ഇൻഡോമിനിക്സ് റെക്സിനെ പിടിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളോട് സഹകരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ വേറെ ആരെങ്കിലും നോക്കിക്കോളാം എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അയാൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ അതിന് സമ്മതിക്കാന്നല്ലാതെ ഓവന് മറ്റൊരു നിവൃത്തിയുമില്ലായിരുന്നു. അങ്ങനെ ഓവന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു പ്ലാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റാപ്റ്ററുകളുടെ സ്വഭാവം അനുസരിച്ചിട്ട് അവർ കൂട്ടത്തോടെ അറ്റാക്ക് ചെയ്യത്തുള്ളൂ. നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഇൻഡോമിനിക്സ് റെക്സിന്റെ മണം റാപ്റ്ററുകൾക്ക് കൊടുക്കും. അതിനെ തുടർന്ന് അവറ്റകളെല്ലാവരും ആ ഇൻഡോമിനിക്സ് റെക്സിനെ സ്പോട്ട് ചെയ്യാൻ വേണ്ടി പോകും. ഈ സമയം നമ്മൾ അവരെ ഫോളോ ചെയ്യണം. അങ്ങനെ അവരുടെ ഇരയെ കണ്ടെത്തി കഴിഞ്ഞാൽ അവറ്റകൾ കൂട്ടത്തോടെ ആ ഇരയും കൊണ്ടിട്ട് ഒരു സ്ഥലത്തേക്ക് വരും. ആ സമയത്ത് മാത്രമേ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെയാണ് ഓവൻ പറയുന്നത്. അവരെല്ലാവരും അവന്റെ ആ പ്ലാനിന് ഓക്കെ പറയുകയും ചെയ്യുന്നു. ഇതേ സമയം തന്നെ ക്ലെയർ ആണെന്നുണ്ടെങ്കിൽ കുട്ടികളെ രണ്ടുപേരും ഒരു ട്രക്കിന്റെ അകത്തേക്കാണ് ആക്കിയിരിക്കുന്നത്. അതിനുശേഷം അവളാണെങ്കിൽ ഫ്രണ്ടിലെ സീറ്റിലിരുന്നിട്ട് എന്തൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ അവളുടെ ടാബിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓവനും കൂട്ടരും പെട്ടെന്ന് തന്നെ അവർക്ക് കിട്ടിയ ആ ഇൻഡോമിനിക്സ് റെക്സിന്റെ ഇറച്ചിയുണ്ടല്ലോ, അത് ആ റാപ്റ്ററുകൾക്ക് എല്ലാവർക്കും മണപ്പിച്ചു കൊടുക്കുന്നു. അതിനുശേഷം അവരെ കൂടും തുറന്ന് പുറത്തേക്ക് വിടുകയാണ്. ഓവനും അവന്റെ ഫ്രണ്ടും കൂടെ ഒരു ബൈക്കിലാണ് അവറ്റകളുടെ പുറകെ പോകുന്നത്. ബാക്കിയുള്ള ടീമാണെങ്കിൽ
ആണെങ്കിൽ ഒരു ജീപ്പിലാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ റാപ്റ്ററുകളൊക്കെ ഓടുമ്പോൾ ഓവനും കൂട്ടരും വളരെ വേഗത്തിൽ തന്നെ അവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ ഓടിച്ചെന്നതിന് ശേഷം കാട്ടിലാണ് അവരിപ്പോൾ എത്തിയിരിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ അവരെ ഫോളോ ചെയ്ത് അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയത്തെ സെർച്ചിന് ശേഷം റാപ്റ്ററുകൾ എല്ലാവരും ആ ഇൻഡോമിനിക്സ് റെക്സിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അത് പുറത്തേക്ക് വരുന്നത് നോക്കി നിൽക്കുകയാണ് അവർ. ഈ സമയം ബാക്കിയുള്ളവരാണെങ്കിൽ തോക്കും പിടിച്ചിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഇൻഡോമിനിക്സ് റെക്സ് അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ റാപ്റ്ററുകൾ അവരെ അറ്റാക്ക് ചെയ്യുന്നില്ല. മറിച്ച് അവർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത് എന്ന് ആർക്കും തന്നെ മനസ്സിലാവുന്നില്ല. പക്ഷെ ഓവൻ ഒരു കാര്യം മനസ്സിലായി. അതായത് ഈ ഇൻഡോമിനിക്സ് റെക്സിനെ ഉണ്ടാക്കിയിരിക്കുന്നതിൽ ഈ റാപ്റ്ററുകളുടെ DNA കൂടെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സമയത്ത് അവറ്റകൾ പരസ്പരം ആക്രമിക്കാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയത്തെ കമ്മ്യൂണിക്കേഷനൊക്കെ കഴിയുമ്പോൾ ആ ദിനോസറുകൾ മൊത്തത്തിൽ ഇപ്പോൾ ഓവനും കൂട്ടർക്കും നേരെ തിരിഞ്ഞിരിക്കുകയാണ്. അത് മനസ്സിലാവുമ്പോൾ അവരെല്ലാവരും ആ ദിനോസറുകൾക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ എല്ലാവരും അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. അങ്ങനെ ഓവനും കൂട്ടരും ആ ദിനോസറുകളെയും തേടി ആ കാട് മൊത്തം സെർച്ച് ചെയ്യാൻ തുടങ്ങി. പെട്ടെന്നാണ് ആ റാപ്റ്ററുകളൊക്കെ പുറത്തേക്ക് വരുന്നത്. അവരെല്ലാം അവിടെയുള്ള മുഴുവൻ ആളുകളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ഒരു റാപ്റ്റർ നേരെ ഓടി ചെല്ലുന്നത് ക്ലെയറിന്റെ അടുത്തേക്കാണ്. അവിടെ നിൽക്കുന്ന ഒരാളെ ആ റാപ്റ്റർ കൊല്ലുന്നുണ്ട്. അത് കണ്ട ഉടനെ തന്നെ ക്ലെയർ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ട്രക്ക് ഓടിച്ച് മുന്നോട്ട് പോകാൻ തുടങ്ങി. ആ റാപ്റ്റർ ആണെന്നുണ്ടെങ്കിൽ അവരെ ഫോളോ ചെയ്ത് അങ്ങോട്ട് വരുന്നുണ്ട്. അത് കാണുമ്പോൾ അവരതിനകത്തുള്ള ഒരു സിലിണ്ടർ എടുത്തിട്ട് ആ റാപ്റ്ററിന്റെ നേർക്കേറിയാണ്. അതോടൊപ്പം തന്നെ അത് പുറത്തേക്ക് തെറിച്ചു വീഴുകയും ചെയ്യുന്നു. ഈ സമയത്താണ് മറ്റൊരു റാപ്റ്റർ കൂടെ അങ്ങോട്ട് ഓടി വരുന്നത്. അതിപ്പോ ആ ട്രക്കിന്റെ അകത്തേക്ക് കയറാൻ തുടങ്ങാണ്. അത് കാണുമ്പോൾ അവിടെ ഷോക്ക് അടുപ്പിക്കുന്ന ഒരു സാധനം ഇരിക്കുന്നുണ്ട്. അത് വെച്ചിട്ട് അവർ ആ റാപ്റ്ററിനെ ഷോക്ക് അടുപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അത് പുറത്തേക്ക് തെറിച്ചു വീഴുകയും ചെയ്യുന്നു. ഈ സമയമാകുമ്പോഴേക്കും ഓവനും അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവൻ പറയുന്നത് നമുക്ക് ഉടനെ തന്നെ ഏതെങ്കിലും ബിൽഡിങ്ങിന്റെ അകത്തേക്ക് കയറണമെന്നാണ്. അത്രയും പറഞ്ഞതിന് ശേഷം അവൻ മുന്നോട്ട് ഓടിച്ചു പോകുന്നു. ക്ലെയർ ആണെങ്കിൽ അവനെയും ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം ആ രണ്ട് റാപ്റ്ററുകൾ അവരുടെ പുറകെ വരുന്നുണ്ട്. അതിനിടയിലാണ് മറ്റേ ദിനോസറിന്റെ ശബ്ദം കേൾക്കുന്നത്. അതോടൊപ്പം തന്നെ ആ റാപ്റ്ററുകൾ വീണ്ടും കാട്ടിന്റെ അകത്തേക്ക് തന്നെ പോവാണ്. ഇതേ സമയം തന്നെ ഹോസ്കിൻസ് ആണെങ്കിൽ നേരെ ഹെൻറിയാണ് വിളിക്കുന്നത്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാൻ മൊത്തത്തിൽ പാളിയിട്ടുണ്ട്. ഈ പാർക്ക് ഇനി എന്തായാലും ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ദിനോസറിന്റെ ഭ്രൂണങ്ങളെല്ലാം നമുക്ക് ഉടനെ തന്നെ ഇവിടെ നിന്ന് മാറ്റണം എന്നാണ് അയാൾ പറയുന്നത്. ഹെൻറി ആണെങ്കിൽ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ വേഗം തന്നെ ഹെൻറി ഒരു ഹെലികോപ്റ്ററിന്റെ അകത്തേക്ക് കയറ്റുന്നു. ആ ദിനോസറിന്റെ ഭ്രൂണങ്ങളെല്ലാം അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം ഹെലികോപ്റ്ററിൽ കയറ്റിയിട്ട് അവർ അവിടെ നിന്ന് കൊണ്ടുപോവാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഓവനും കൂട്ടരും കൂടെ നേരെ അവിടുത്തെ ലാബിന്റെ അകത്തേക്കാണ് കയറി ചെല്ലുന്നത്. അവിടുത്തെ കാഴ്ച അവരെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അതിനകത്തുണ്ടായിരുന്ന മുഴുവൻ സാധനങ്ങളും അവിടെ നിന്ന് മാറ്റിയിരിക്കുകയാണ്. ഹെൻറിയെ അവിടെ കാണുന്നില്ല. എങ്ങോട്ടാണ് ഇതൊക്കെ മാറ്റിയത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആ ഹോസ്കിൻസ് അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അയാൾ അവരോട് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട. ഇവിടെയുള്ള മുഴുവൻ സാധനങ്ങളും മാറ്റിയത് ഞാനാണ്. ഈ കമ്പനിയുടെ ഭാവിയെക്കുറിച്ച് ആരെങ്കിലും ഒക്കെ ചിന്തിക്കണ്ടേ? ഹെൻറി ഞങ്ങളുടെ അടുത്തുണ്ട്. അവനുണ്ടെങ്കിലല്ലേ ദിനോസറുകളെയൊക്കെ ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ. ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത പോലെ നല്ല കിടിലൻ ദിനോസറുകളെ ഞങ്ങൾ ഇനിയും ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. അങ്ങനെ അവറ്റകളെ വെച്ചിട്ടായിരിക്കും ഇനി നമ്മൾ യുദ്ധങ്ങളൊക്കെ നേരിടാൻ പോകുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അയാൾ പറയുന്നത്. അയാൾ അത് പറഞ്ഞു തീരുമ്പോഴേക്കും പെട്ടെന്ന് ഒരു റാപ്റ്റർ അങ്ങോട്ട് വരുന്നു. അത് നേരെ ആ ഹോസ്കിൻസിന്റെ അടുത്തേക്കാണ് പോകുന്നത്. അയാൾ അതിനെ കൺട്രോൾ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് അയാളെ അനുസരിക്കുന്നൊന്നുമില്ല. പെട്ടെന്ന് തന്നെ അത് അയാളെ കൊല്ലുകയാണ്. അത് കണ്ട ഉടനെ തന്നെ ബാക്കിയുള്ളവരെല്ലാം അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. പക്ഷെ അവർ പുറത്തെത്തുമ്പോഴേക്കും എല്ലാ റാപ്റ്ററുകളും അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവരെല്ലാവരും ആ 4 റാപ്റ്ററുകളുടെ നടുവിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഓവനാണെങ്കിൽ അവറ്റകളെ പറഞ്ഞ് അനുസരിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. അവൻ നേരെ ബ്ലൂവിന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അതിനുശേഷം പതുക്കെ അതിനെ ഒന്ന് തലോടാൻ തുടങ്ങി. അങ്ങനെ അതിനെ തലോടിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ആ ഇൻഡോമിനിക്സ് റെക്സ് അങ്ങോട്ട് വരുന്നത്. അതങ്ങോട്ട് വരുന്നത് കാണുമ്പോൾ ബ്ലൂ ആണെങ്കിൽ ഓവനെ നോക്കി എന്തോ പറയുന്നുണ്ട്. അത് കാണുമ്പോൾ ഓവൻ ഒന്ന് തലയാട്ടുകയും ചെയ്യുന്നു. ഈ സമയം ബ്ലൂ നേരെ തിരിഞ്ഞിട്ട് ആ ഇൻഡോമിനിക്സ് റെക്സിനെ നോക്കി അലറുകയാണ്. അത് കണ്ട ഉടനെ തന്നെ ആ ദിനോസർ ആണെങ്കിൽ ബ്ലൂവിനെ ഇടിച്ച് തെറിപ്പിച്ച് കളയുന്നു. അങ്ങനെ ആ ദിനോസർ ഇപ്പോ ഓവന്റെയും കൂട്ടരുടെ അടുത്തേക്കാണ് പോകുന്നത്. അത് കണ്ട ഉടനെ തന്നെ ഓവൻ ഒരു വിസിലടിക്കുന്നു. അത് കേൾക്കുന്ന ബാക്കിയുള്ള റാപ്റ്ററുകളാണെങ്കിൽ നേരെ ചെന്നിട്ട് ആ ഇൻഡോമിനിക്സ് റെക്സിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവർ തമ്മിലുള്ള ആ ഫൈറ്റ് നടക്കുന്നതിനിടയിൽ ഓവനും കൂട്ടരും വേഗം തന്നെ അവിടെ നിന്ന് ഓടിപ്പോവാണ്. പക്ഷെ ആ ദിനോസർ ആണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ആ റാപ്റ്ററുകളൊക്കെ ഇടിച്ച് തെറിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം അത് നേരെ ചെല്ലുന്നത് ഓവനും കൂട്ടരും ഇരിക്കുന്ന സ്ഥലത്തേക്കാണ്. ഓവനും കുട്ടികളും ഇപ്പോൾ ഒരു കടയ്ക്കുള്ളിലാണ് ഇരിക്കുന്നത്. അത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വന്നിട്ട് ആ കടയെല്ലാം നശിപ്പിച്ച് കളയുന്നുണ്ട്. അതിനുശേഷം ആ കുട്ടികളെ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ക്ലെയർ ആണെങ്കിൽ പുറത്താണ് നിൽക്കുന്നത്. ആ ദിനോസറിനെ നേരിടാൻ അവളുടെ മുന്നിൽ ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. അവൾ വേഗം തന്നെ ലൗറയെ വിളിച്ചിട്ട് 9-ാം നമ്പർ കൂട് ഓപ്പൺ ചെയ്യാൻ പറയുന്നു. അതിനകത്തുണ്ടായിരുന്നത് ടീറെക്സ് ആണ്. അവൾ ഒരു ഫ്ലെയറും കത്തിച്ചു പിടിച്ചിട്ട് ആ കൂടിന്റെ മുന്നിൽ നിൽക്കുകയാണ്. ആ ലൈറ്റ് കാണുമ്പോൾ ടീറെക്സ് പുറത്തേക്ക് വരാൻ തുടങ്ങി. അത് കണ്ട ഉടനെ തന്നെ അവൾ നേരെ ഓടുന്നത് ആ ഇൻഡോമിനിക്സ് റെക്സ് നിൽക്കുന്ന സ്ഥലത്തേക്കാണ്. ടീറെക്സും അവളെയും ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ അവൻ നേരെ ഓടി വരുന്നത് ആ ഇൻഡോമിനിക്സ് റെക്സിന്റെ മുന്നിലേക്കാണ്. ഇപ്പോൾ 2 ഭീകര ജീവികളാണ് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നത്. പെട്ടെന്ന് തന്നെ അവർ പരസ്പരം ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. കുറെ നേരത്തെ ഫൈറ്റിന് ശേഷം ആ ഇൻഡോമിനിക്സ് റെക്സ് ആണെങ്കിൽ
ടീറെക്സിനെ ഇടിച്ചു വീഴ്ത്താണ്. അതിനിപ്പോൾ അനങ്ങാൻ പോലും സാധിക്കുന്നില്ല. അങ്ങനെ ആ ഇൻഡോമിനിക്സ് റെക്സ് ടീറെക്സിനെ കൊല്ലാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് ബ്ലൂ അങ്ങോട്ട് ഓടി വരുന്നത്. ബ്ലൂ വന്ന ഉടനെ തന്നെ ആ ഇൻഡോമിനിക്സ് റെക്സിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അത് കണ്ട ഉടനെ തന്നെ ടീറെക്സും അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. അങ്ങനെ ടീറെക്സ് അതിന്റെ മുഴുവൻ ശക്തിയും എടുത്തിട്ട് ആ ഇൻഡോമിനിക്സ് റെക്സുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ ഫൈറ്റിനിടയിൽ അവർ എത്തിച്ചേരുന്നത് അവിടെയുള്ള ആ വെള്ളത്തിന്റെ അടുത്താണ്. ഇൻഡോമിനിക്സ് റെക്സ് ആണെങ്കിൽ ശരിക്കും അവശനായിട്ടുണ്ട്. എങ്കിലും അതിന്റെ ദേഷ്യം അങ്ങോട്ട് പോകുന്നില്ല. അത് അലറിക്കൊണ്ട് വീണ്ടും ടീറെക്സിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് ആ വെള്ളത്തിൽ നിന്നും മോസസോറസ് പൊങ്ങി വരുന്നത്. വന്ന ഉടനെ തന്നെ അത് നേരെ ആ ഇൻഡോമിനിക്സ് റെക്സിന്റെ കഴുത്തിനിട്ടിട്ടാണ് കടിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിനെയും വലിച്ചെടുത്തുകൊണ്ട് വെള്ളത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ടീറെക്സും ബ്ലൂ. ഈ സമയം ടീറെക്സ് ആണെങ്കിൽ നേരെ ബ്ലൂവിന്റെ അടുത്തേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. അത് കാണുമ്പോൾ ബ്ലൂവിന് ചെറുതായിട്ട് പേടിയാവുന്നുണ്ട്. പക്ഷെ ടീറെക്സ് ആണെങ്കിൽ അറ്റാക്ക് ഒന്നും ചെയ്യുന്നില്ല. അവൻ ബ്ലൂവിനെ ഒന്ന് നോക്കിയതിനു ശേഷം അവിടെ നിന്ന് തിരിച്ചു നടക്കുകയാണ്. അങ്ങനെ ടീറെക്സ് പോയി കഴിയുമ്പോൾ ബ്ലൂ നേരെ ചെല്ലുന്നത് ഓവന്റെ അടുത്തേക്കാണ്. അങ്ങനെ കുറച്ച് സമയം ഓവനെ നോക്കി നിന്നതിന് ശേഷം അത് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഓവനും കൂട്ടരും. അങ്ങനെ പ്രശ്നങ്ങളെല്ലാം തൽക്കാലം ഒന്ന് അടങ്ങിയിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഇപ്പോൾ ഒരു ബിൽഡിങ്ങിനകത്താണുള്ളത്. അവർക്ക് വേണ്ട മെഡിക്കൽ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംഭവം അറിഞ്ഞിട്ട് സാക്കിന്റെയും ഗ്രേയുടെയും അച്ഛനും അമ്മയും അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവർക്ക് വലിയ കുഴപ്പമൊന്നും പറ്റാത്തതുകൊണ്ട് തന്നെ അവരാകെ സമാധാനത്തിലിരിക്കുകയാണ്. അങ്ങനെ അവരോടൊക്കെ കുറച്ച് സമയം സംസാരിച്ചു കഴിഞ്ഞിട്ട് ക്ലെയർ നേരെ പോകുന്നത് ഓവന്റെ അടുത്തേക്കാണ്. ഇനി അങ്ങോട്ട് ഒരുമിച്ചുള്ള ഒരു ജീവിതമാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഒരു 400 കമന്റാണ് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.